Praise the Lord. You all happy to be in the presence of the Lord? ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഓ, ഒരു സുഖമില്ലല്ലോ. സുഖ റൊട്ടി പോലെ, നോർത്ത് ഇന്ത്യയിലെ സുഖ റൊട്ടി പോലെ. Come on. Are you happy to be in the presence of the Lord? Amen. Amen. Hallelujah. ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. This is the first week അല്ലേ of a fasting prayer meeting. നമ്മുടെ വാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയാണല്ലോ. God is preparing us for the days ahead. തുടർന്നുള്ള ദിവസങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ശക്തമായി ഒരുക്കുകയാണല്ലോ. Mighty servants of God are going to come and they're going to minister to you all. ശക്തരായ ദൈവത്തിന്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുവാനുണ്ടല്ലോ. God wants you to prepare your hearts for a great outpouring. ശക്തമായ ആത്മാവിന്റെ ഒരു ഒഴുക്കിനായി, ഒരു പകർച്ചയ്ക്കായി നമ്മുടെ ഹൃദയത്തെ കർത്താവ് ദിവസങ്ങൾ ഒരുക്കുകയാണ്. So quietly just listen to the word of God. ശാന്തമായി നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ Absorb the word of God into you. ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുക. Through the word of God, let the Holy Spirit stir the waters within you. നമ്മൾ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ഉള്ളിലെ ആ നദിയെ പരിശുദ്ധാത്മാവ് ഒരുക്കും. Amen. 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 And then you go home and ponder about the word that is in you. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വചനത്തെ നിങ്ങൾ ധ്യാനിക്കണം. The Holy Spirit will help echo the word of God in your mind and your spirit. പരിശുദ്ധാത്മാവ് ഭവനങ്ങളിൽ ചെന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും പ്രതിധ്വനിക്കത്തക്ക രീതിയിൽ വെളിപ്പെട്ടു വരും. And obey the word of God. ആ വചനത്തെ നമ്മൾ അനുസരിക്കുക. And obey in faith. വിശ്വാസത്താൽ അതിനെ അനുസരിക്കുക. You will see the hand of God move. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് നമ്മൾ കണ്ടിരിക്കും. Today we're going to go into the book of Esther. നമ്മൾ ഇന്ന് രാവിലെ എസ്തറിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. Her original name is Hadassah. ഹദസ്സ എന്നാണ് യഥാർത്ഥ പേര്. But her Persian name is Esther. പേർഷ്യൻ നെയിമാണ്, പേരാണ് എസ്തർ എന്ന പേര്. You all know where the book of Esther is? നിങ്ങൾ എല്ലാവർക്കും എസ്തറിന്റെ പുസ്തകത്തെ കുറിച്ച് പരിചയമുണ്ടല്ലോ. Right after the book of Nehemiah. നെഹമ്യാവ് എന്ന പുസ്തകത്തിന് ശേഷമാണ് എസ്തറിന്റെ പുസ്തകം. Indians love the book of Esther. ഇന്ത്യക്കാര് എസ്തറിന്റെ പുസ്തകത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. Why? എന്തുകൊണ്ടാണ്? Because? About what? What is mentioned there? Something is mentioned. Something is mentioned there, okay? India. The word India. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തെ കുറിച്ച് എസ്തറിന്റെ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. Number 2. രണ്ടാമത്തെ കാര്യം, Indians love to fast. ഇന്ത്യക്കാര് ഒത്തിരി ഉപവസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. Especially Malayalis. പ്രത്യേകിച്ച് മലയാളികള്. This is a book of fasting. ഈ പുസ്തകം എന്ന് പറയുന്നത് ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെയും പുസ്തകമാണ്. Our church, Rehoboth Church of God, is in a season of fasting and prayer. രഹോബോത്ത് ചർച്ച് ഓഫ് ഗോഡ് പ്രാർത്ഥനയും ഉപവാസത്തിന്റെയും സീസണായി ഈ ദിവസങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നുവല്ലോ. I pray that you would also fast and pray. ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും ഇതുപോലെ ഉപവാസത്തോടെ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കുക. നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് നമ്മൾ കാണും. Indians love long services. ഇന്ത്യക്കാര് വളരെ ദൈർഘ്യമുള്ള സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കാനും പ്രാർത്ഥനയ്ക്കായി ഉപവാസത്തിന് ചെലവഴിക്കാനും ഇഷ്ടമാണ്. നീണ്ട പ്രസംഗങ്ങൾ ഇഷ്ടമാണ്. The longest verse in the Bible is found in this book. ബൈബിളിലെ ഏറ്റവും ദൈർഘ്യമേറിയ വചനത്തെ നമ്മൾ ഈ പുസ്തകത്തിലാണ് കാണുന്നത്. Do you all know which verse it is? ഏത് വാക്യമെന്ന് നിങ്ങൾക്ക് അറിയാമോ? According to ESV, KJV. ESVയും ട്രാൻസ്ലേഷനും കിങ് ജെയിംസ് വേർഷൻ ട്രാൻസ്ലേഷനും. The longest verse is Esther chapter 8 verse 9. ഏറ്റവും വലിയ വാക്യം എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. According to ESV, I think so it's 80 plus verses. According to KJV, there's 90 plus verses. ESV ട്രാൻസ്ലേഷൻ പ്രകാരം 81 വാക്കുകളുണ്ട്. KJV ട്രാൻസ്ലേഷനിൽ I think so it's 91. 91 വാക്കുകൾ അടങ്ങിയിരിക്കുന്നു ആ വാക്യത്തിൽ. The longest verse in the Bible is found in this book, the book of Esther. ബൈബിളിലെ ഏറ്റവും വലിയ വാക്യം, നീളം കൂടിയ വാക്യം നമ്മൾ കാണുന്നത് എസ്തറിന്റെ പുസ്തകത്തിലാണ്.
Anything else special about the book of Esther? മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഈ പുസ്തകത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടോ? No direct mention of God, but you see the hand of God working. ദൈവത്തെക്കുറിച്ച് യാതൊരു വിധമായ പരാമർശം കാണുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഈ പുസ്തകത്തിന്റെ പിന്നിൽ ചലിക്കുന്നതായി നമ്മൾ കാണുന്നു. Proving God is sovereign, he does what he wants. Even behind the scenes you see God moving, God working. അതിന്റെ അർത്ഥം നമ്മൾ പ്രത്യക്ഷമായി ദൈവത്തെ കണ്ടില്ല എങ്കിലും ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി നിശബ്ദമായ മേഖലകളിൽ ചലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. Praise the Lord. Praise the Lord. This has a lot of history. ഒത്തിരി ചരിത്രം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. You see the hand of God move. ദൈവത്തിന്റെ കരം ചലിക്കുന്നത് നമ്മൾ കാണുന്നു. See God promoting people. ദൈവം ജനത്തെ പ്രൊമോട്ട് ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. Demoting people. ജനത്തെ താഴ്ത്തുന്നതായിട്ടും നമ്മൾ കാണുന്നു. You see the story of Haman. ഹാമാന്റെ സംഭവം ചരിത്രം നമുക്കറിയാം. Mordecai, Esther. മൊർദെഖായും എസ്തറും എല്ലാം നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നു. Queen Vashti. വസ്തി എന്ന രാജ്ഞിയെ നമ്മൾ കാണുന്നു. Lot of significant people. ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നു. People rebelling against God. ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ജനത്തെ നമ്മൾ കാണുന്നു. People rebelling against God's people. ദൈവത്തിന്റെ ജനത്തിനെതിരെ മത്സരിക്കുന്ന സമൂഹത്തെ കാണുന്നു. People fasting and praying to God. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനത്തെ നമ്മൾ കാണുന്നു. When they are hopeless, people in fasting seeking God. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിശ്വാസ തകർച്ചയിലൂടെ പോകുന്നവർ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ചരിത്രം നമ്മൾ ഇവിടെ കാണുന്നു. Rising for his own people. ദൈവത്തിന്റെ ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു. Fighting their battles. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായി നാം കാണുന്നു. God giving them victory. ദൈവം അവർക്ക് ജയം നൽകുന്നതും കാണുന്നു. So fasting and prayer is very important. പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. Seasons are shifting. കാലങ്ങളും സമയങ്ങളും കടന്നുപോകും. The will of man is broken and the will of God is established. ദൈവത്തിന്റെ മനുഷ്യന്റെ ഹിതങ്ങൾ നശിക്കും, അല്ലെങ്കിൽ നശിക്കും. ദൈവത്തിന്റെ ഹിതം സ്ഥാപിക്കപ്പെടും. From victims to victors, from tears to celebration. കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും You see God moving. ദൈവത്തിന്റെ ശക്തമായ കരം അല്ലെങ്കിൽ ദൈവം ചലിക്കുന്നത്, ജനങ്ങളുടെ മധ്യേ ചലിക്കുന്നത് നമ്മൾ I want to ദർശിക്കുന്നു. mention 7 things, 7 life lessons from the book of Esther. ഈ എസ്തറിന്റെ പുസ്തകത്തിൽ നിന്ന് 7 ജീവിത പാഠങ്ങൾ നമ്മൾ ഇന്ന് പകലിൽ ചിന്തിക്കാൻ From the പോകുന്നു. life of Esther, 7 things that you can apply in your life. പ്രധാനമായിട്ടും എസ്തറിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് 7 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത് അന്വർത്ഥമാക്കുവാനിടയാകും. Number 1, ഒന്നാമത്തെ കാര്യം, God always places a mentor in your life. ദൈവം എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഉപദേഷ്ടാവിനെ നിയമിക്കുന്നു. And God wants us to be under the leadership of that mentor. ആ ഉപദേഷ്ടാവിന്റെ കീഴിൽ എപ്പോഴും നിങ്ങൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Esther chapter 2 verse 5 through 7. എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമ്മളത് കാണുന്നു. Somebody has a Bible, can you please read it in English? വേദപുസ്തകമുള്ളവർ ഒന്ന് വായിക്കാമോ ഇംഗ്ലീഷിൽ? So you see, Mordecai was Esther's cousin. ഇവിടെ നമ്മൾ കാണുന്നത് എസ്തറിന്റെ കസിനാണ് മൊർദെഖായി. And Mordecai took Esther and raised her as his own daughter. മൊർദെഖായി എസ്തറിനെ ഒരു സ്വന്തം മകളെ പോലെ തന്റെ കീഴിൽ വളർത്തുകയാണ്. And Mordecai was the one appointed to be a mentor to young Esther. ഈ എസ്തറിന് വേണ്ടി ഒരു വളരെ യുവതിയായ ഈ എസ്തറിനെ വളർത്തിയെടുക്കുവാനുള്ള ഒരു ഉപദേഷ്ടാവായി മൊർദെഖായിയെ അവിടെ നിയമിക്കുകയാണ്. Esther submitted herself under the care of or the mentorship of Mordecai, her cousin. എസ്തർ മൊർദെഖായി എന്ന ഉപദേഷ്ടാവിന്റെ കീഴിൽ താഴ്മയോടെ വിധേയത്തോടെ കീഴടങ്ങിയിരിക്കുവാൻ ബാധ്യസ്ഥയാകുകയാണ്. She had no ego problem. അവൾക്ക് ഒരു ഈഗോ പ്രശ്നം അവിടെ ഇല്ല. She
submitted willingly to her cousin. വളരെ സന്തോഷത്തോടെ മോർദെഖായിയുടെ കീഴിൽ സമർപ്പിക്കപ്പെട്ടിരിക്കാൻ എസ്തർ The തയ്യാറാകുകയാണ്. reason we can't grow is because we fail to yield to the leadership of the mentor that God has placed in our lives. എന്തുകൊണ്ടാണ് നമുക്ക് വളരുവാൻ കഴിയാതിരിക്കുന്നത്? ദൈവം നമ്മുടെ മേൽ നിയമിച്ചിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്കും ആത്മീയ നേതാക്കന്മാർക്കും കീഴ്പ്പെട്ടിരിക്കാൻ നമ്മൾ മനസ്സില്ലാത്തത് കൊണ്ടാണ്. We have spiritual authority. ആത്മീയ നേതൃത്വം, We have parental authority. നമുക്ക് മാതാപിതാക്കളുടെ അതോറിറ്റി ഉണ്ട്. We have marital authority. Marital. നമ്മൾ Husband is the head of the house. നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് ഒരു സംവിധാനമുണ്ട്. God has the secular authorities. ദൈവം Secular ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള നമുക്ക് സെക്യുലർ ആയിട്ടുള്ള അധികാരങ്ങളെ നമ്മൾ കാണുന്നു. There are authorities that God has placed over our lives. നമ്മുടെ ജീവിതത്തിൽ അധികാരങ്ങളെ ദൈവം അതാത് സമയങ്ങളിൽ നിയമിച്ചിരിക്കുന്നത് നമ്മൾ God കാണുന്നു. wants us to be submissive to the authorities that He has placed over our lives. ദൈവം അങ്ങനെ നിയമിച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവം So many ആഗ്രഹിക്കുന്നു. times because of our ego, നമ്മുടെ ഈഗോ നിമിത്തം, so many times because of our attitude, നമ്മുടെ മനോഭാവ നിമിത്തം we fail to yield ourselves under the mentorship of the one that God has placed over our life. ദൈവം നമ്മുടെ മേൽ നിയമിച്ചിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ പല സന്ദർഭങ്ങളിലും നമുക്ക് കഴിയാതെ പോകുന്നു. That is why we don't see the miracles of God. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയാത്തത്. We don't see the favor of God. ദൈവത്തിന്റെ പ്രീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ, കൃപ നമ്മൾ കാണാതെ പോകുന്നത് അതുകൊണ്ടാണ്. Because we are not operating under authority. നമുക്ക് ദൈവം നിയമിച്ചിരിക്കുന്നതായ നേതൃത്വങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കുന്നില്ല. To be or function as a leader, you have to first operate under authority. നിങ്ങൾ ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് വളരണമോ, നിങ്ങൾ ഏതെങ്കിലും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. Think about the life of Joshua. യോശുവയുടെ ജീവിതം എടുക്കൂ. When Moses died, God promoted Joshua as a leader. മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയെ ദൈവം ഒരു നേതാവായി എഴുന്നേൽപ്പിക്കുകയാണ്. God didn't call Joshua and place him as a leader right there. ദൈവം മോശ മരിച്ചതിന് ശേഷം യോശുവയെ ഒരു നേതാവായി ദൈവം നിയമിക്കുകയാണ്. In order to be a leader, Joshua had to be first under the leadership of Moses. യോശുവ നേതാവാകുന്നതിന് മുമ്പ് മോശയുടെ കീഴിൽ അവൻ സമർപ്പിക്കപ്പെട്ടവനായി കീഴടങ്ങിയിരിക്കേണ്ടതായിട്ട് ഉണ്ട്. I hope you understand. ഞാൻ മനസ്സിലാക്കുന്നു. When God first calls Joshua, യോശുവയെ ദൈവം വിളിക്കുമ്പോൾ He just did not promote him to authority. പെട്ടെന്ന് അവൻ ഒരു അതോറിറ്റിയിലേക്ക് കയറ്റി വിടുകയല്ല. But He placed Joshua under the authority of Moses. ജോഷുവയെ ഒരു വേറൊരു അധികാരത്തിന്റെ കീഴിൽ ദൈവം ആദ്യം ഇരുത്തുകയാണ്. So Moses had to mentor Joshua. മോശ ഈ ജോഷുവയെ നിശ്ചയമായിട്ട് മെന്റർ ചെയ്തേ പറ്റുകയുള്ളൂ. And then when Moses died, God promotes Joshua as a leader. എന്നാൽ മോശ മരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം യോശുവയെ നേതാവായി God has placed a shepherd over this house. ഈ ഭവനത്തിലും ദൈവം ഒരു ഇടയനെ നിയമിച്ചിട്ടുണ്ട്. That's your pastor, Pastor Godson and his family. അത് ഈ സഭയിലെ ഇടയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് ദൈവം നിയമിച്ചിരിക്കുന്നത് പാസ്റ്റർ ഗോഡ്സനെയാണ്. In this season of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ കാലയളവിൽ, as long as you are planted in this house, ഈ സഭയിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം you will receive the favor of the Lord when you are under the authority of the man that God has placed over you. ദൈവത്തിന്റെ പ്രീതിയും ദൈവത്തിന്റെ കൃപയും നിങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ നിങ്ങൾ കീഴടങ്ങിയിരിക്കുമ്പോഴാണ്. When you are under authority, നിങ്ങൾ ആ അധികാരത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ, when you function under authority, നിങ്ങൾ ആ അധികാരത്തിന് കീഴിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, you will see miracles happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടിരിക്കും. So being submissive to authority has to do a lot with how God is going to move in your life. നമ്മുടെ ജീവിതത്തിൽ അധികാരങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് നമ്മൾ കാണും. Especially as you're fasting and praying. പ്രത്യേകിച്ച് നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും as you're seeking God's hand move in your life. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് ഈ ഉപവാസത്തിൽ നമ്മൾ കാണും. I just want to speak to you. Be under your leader and you will see the hand of God move. You will see prayers being answered by God. എസ്തറിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇന്ന് രാവിലെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു അധികാരത്തിന് താഴ്മയോടെ കീഴടങ്ങിയിരിക്കുക, ദൈവത്തിന്റെ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രീതി നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി നമ്മൾ കണ്ടിരിക്കും. Whatever the problem
you're facing, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ the അഭിമുഖീകരിക്കട്ടെ, solution lies with God. ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. And then you come to God, ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ first be submissive to Him. ദൈവത്തിന് ആദ്യം നിങ്ങൾ കീഴടങ്ങുക. And number two, be submissive to the person that God has placed over your life. രണ്ടാമത് ദൈവം നിങ്ങളെ നടത്തുവാൻ ആക്കിയിരിക്കുന്ന അധികാരങ്ങൾക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക. You honor God by being submissive to the leader that God has placed നിങ്ങൾ over your life. ദൈവത്തെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ദൈവം നിങ്ങളെ ഭരിക്കുവാൻ നിയമിച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിലൂടെയാണ്. That is a biblical principle. അത് ദൈവികമായ അല്ലെങ്കിൽ വചനപ്രകാരമുള്ള ദൈവത്തിന്റെ തത്വമാണ്. And when you do that, you see God moving. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. Number two, we read, രണ്ടാമത്തെ കാര്യം നമ്മൾ God കാണുന്നത്, works in mysterious ways for your own good. ദൈവം അത്യത്ഭുതകരമായ നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ Look കാണുന്നത്. at what happens here in the book of Esther. എസ്തറിന്റെ പുസ്തകത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? നമുക്ക് നോക്കാം. We see this powerful king, ഈ powerful king. ഒരു വലിയ ശക്തനായ ഒരു രാജാവിനെ നമ്മൾ ഇവിടെ കാണുന്നു. He ruled over 127 provinces. 120 സംസ്ഥാനങ്ങളെ അവൻ ഭരിക്കുകയാണ്. And he was having a big party. അവന് ഒരു ഭയങ്കര ഒരു പാർട്ടി ഇവിടെ നടക്കുകയാണ്. So many prominent people in his palace. ഒത്തിരി അതിഥികൾ, പ്രധാനപ്പെട്ട ആദരണീയരായ അതിഥികൾ ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. For more than 180 days. 180 ദിവസമായി ആ പാർട്ടി ഇവിടെ നടക്കുകയാണ്. And then after that he threw end the party. അതിനുശേഷം ആ പാർട്ടി അവസാനിക്കും. And then he's having a feast for 7 days. 7 ദിവസത്തേക്ക് പ്രത്യേക ഉത്സവങ്ങൾ അതിനുശേഷം ഉണ്ടാകും. Lavish 7-day feast. ഭയങ്കര ലാവിഷായിട്ടുള്ള 7 ദിന ഉത്സവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. All his people, they are drunk. എല്ലാവരും കുടിച്ച് മതോന്മത്തരാകുന്ന ഒരു പാർട്ടിയാണത്. And then he invites his wife. എന്നിട്ട് അദ്ദേഹത്തിന്റെ രാജാവിന്റെ ഭാര്യയെ ആ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. To display her beauty before all these drunkards. ഈ കുടിച്ച് മതോന്മത്തരായിരിക്കുന്ന ഈ അതിഥികളുടെ മുൻപാകെ തന്റെ ഭാര്യയെ, സുന്ദരിയായ ഭാര്യയെ കാണിക്കുക എന്നുള്ളതാണ് ഈ രാജാവിന്റെ ലക്ഷ്യം. And she refuses to come. പക്ഷേ ഈ രാജ്ഞി ആ ക്ഷണത്തെ നിരസിക്കുകയാണ്. For that she was banished from the palace. ആ ഒറ്റ കാരണത്താൽ വസ്തിയെ ആ രാജ്യസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ രാജ്ഞി സ്ഥാനത്ത് രാജാവ് നീക്കുകയാണ്. She was banished as a queen. രാജ്ഞി എന്ന സ്ഥാനത്ത് നിന്ന് രാജാവ് അവളെ നീക്കുകയാണ്. And so many problems happened because of that. ഒത്തിരി പ്രശ്നങ്ങൾ അത് നിമിത്തം അവിടെ സംഭവിക്കുന്നു. So many virgins had to leave their homes and they were brought to the palace. ആ കാരണത്താൽ ഒത്തിരി കന്യകരായ സ്ത്രീകളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതായി വന്നു. And Hadassah had to leave Mordecai, leave her home, and she had to come to the palace. ആ ഒരു കാരണത്താലാണ് മോർദെഖായിക്കും ഈ കൊട്ടാരത്തിനോട് അനുബന്ധിച്ച് അവിടെ കടന്നു വരാൻ ഇടയായത്. Chaos happened in her life. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശൂന്യതകൾ സംഭവിക്കാം. She thought chaos happened in her life. ജീവിതത്തിലെ തകർച്ചകളും ശൂന്യതകളും എന്തുകൊണ്ട് സംഭവിച്ചെന്ന് അവൾ ചിന്തിക്കുക. Sometimes God will disrupt your plans. ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ പദ്ധതികളെ തകർത്ത് കളയും. And he knows what he is doing. ദൈവത്തിന് അറിയാം ദൈവം എന്താ We don't ചെയ്യുന്നതെന്ന്. know what he is doing. നമുക്കറിയത്തില്ല ദൈവം എന്താ So ചെയ്യുന്നത്. many times we don't understand what God is doing. ഒത്തിരി സമയങ്ങളിൽ നമുക്കറിയത്തില്ല ദൈവം എന്താണ് ചെയ്യുന്നതെന്ന്. He separates relationships. ദൈവം ചില സന്ദർഭങ്ങളിൽ ബന്ധങ്ങളെ തകർത്ത് He കളയും. moves you out of familiar situations. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടേതായ പ്രതിസന്ധികളിൽ അവൻ കടന്നു കയറാറുണ്ട്. He breaks what is normal. നമുക്കറിയത്തില്ല എന്താണ് നമ്മുടെ ജീവിതത്തിൽ Hadassah may have had so many questions. ആ സമയങ്ങളിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ചോദിക്കാനുണ്ടാകും. She may have been confused. ചില സന്ദർഭങ്ങളിൽ Hadassah. എസ്തറിന്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് എസ്തറിന്റെ ലൈഫിൽ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ അവൾ ചോദിക്കുകയാണ്. There's a shift that's happened in Hadassah's life. ഹദസ്സ എന്ന എസ്തറിന്റെ ലൈഫിൽ ഒത്തിരി ഷിഫ്റ്റുകൾ സംഭവിക്കുകയാണ്. From Mordecai's house to the palace. മോർദെഖായിയുടെ വീട്ടിൽ നിന്ന് ഇതാ കൊട്ടാരത്തിലേക്കുള്ള ഒരു She had to മാറ്റം. be separated from Mordecai. മോർദെഖായിൽ നിന്ന് അവൾ മാറ്റപ്പെടുകയാണ്. From the known to the unknown. അറിയുന്ന ഒരാളിൽ നിന്ന് അറിയാത്തൊരിടത്തേക്ക് മാറുകയാണ്. So many things are confusing her. ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ അവിടെ മനസ്സിനകത്തൂടെ പോവുകയാണ്. Sometimes this can happen in your life too. ചില സന്ദർഭങ്ങളിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ But സംഭവിച്ചേക്കാം. I want you to know that God works in mysterious ways. എന്നാൽ ഇന്ന് പകലിൽ നിങ്ങൾ തിരിച്ചറിയണം, ദൈവം അത്യത്ഭുതകരമായ നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവൻ I ആഗ്രഹിക്കുകയാണ്. don't know where you are in this season of your life. എനിക്കറിയത്തില്ല ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് തരം സീസണിലൂടെയാണ് Maybe കടന്നു you're going പോകുന്നത്. through some brokenness. ഒരു പക്ഷേ
ഒത്തിരി തകർച്ചയിലൂടെ നിങ്ങൾ ഒരുപക്ഷെ Maybe പോകുന്നവരായിരിക്കാം. you're so frustrated because God has broken certain dreams and plans. എന്തുകൊണ്ട് നിങ്ങൾ ആ തകർച്ചയിലൂടെ പോകുന്നു? ദൈവത്തിന് പ്രത്യേകമായ കാരണങ്ങൾ അതിന്റെ Maybe പിന്നിലുണ്ടാകാം. you're just thrown into the waters. ഒരുപക്ഷെ നിങ്ങൾ വെള്ളത്തിലേക്ക് Maybe you're എറിയപ്പെട്ടേക്കാം. just thrown into the rivers. ചിലപ്പോൾ നിങ്ങൾ നദികളിലേക്ക് Maybe you're എറിയപ്പെട്ടിട്ടുണ്ടാകാം. thrown into the fire. ചിലപ്പോൾ നിങ്ങൾ തീയിലേക്ക് You're so വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടാകാം. confused. ചില സന്ദർഭങ്ങൾ നമ്മൾ ആകെ Maybe you're ആശയപ്പെടുന്നതിലാണ്. so lonely. നിങ്ങൾ ചില സന്ദർഭങ്ങൾ ഒറ്റപ്പെട്ടു പോകാം. Lord, why me? ചില സന്ദർഭം നമ്മൾ ചോദിക്കുക, ദൈവമേ എന്തുകൊണ്ട് ഞാൻ, Why here? എന്തുകൊണ്ട് ഞാൻ ഇവിടെ, Lord, why now? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ, Lord, why did this happen in my life? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? Maybe there is no answers. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടില്ല. But I want you to know that everything happens with the knowledge of God. ഞാൻ എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ അറിവോടുകൂടെയാണ്. Everything will catch you by surprise. എല്ലാ സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായി മാറും. But nothing surprises your God. എന്നാൽ ദൈവത്തിന് നിങ്ങളെ ദൈവത്തിനെ സംബന്ധിച്ച് അതൊന്നും ഒരു സർപ്രൈസ് അല്ല. He sees the end from the beginning. He sees the end from the beginning. നമ്മുടെ ആരംഭവും അവസാനവും അവൻ കാണുന്നു. He knows what he is doing. അവൻ അറിയാം എന്താണ് അവൻ ചെയ്യുന്നതെന്ന്. കണക്കൂട്ടുകളൊക്കെ തെറ്റിക്കും ദൈവം. God will destroy and break our plans. നമ്മുടെ എല്ലാ കണക്കൂട്ടുകളെയും അവൻ തെറ്റിക്കും. He will break our will. ചില സന്ദർഭങ്ങൾ നമ്മുടെ ഇഷ്ടത്തെ അവൻ തകർക്കും. To establish his will upon our അവിടുത്തെ lives. ഇഷ്ടം നടപ്പാക്കാൻ നമ്മുടെ ഇഷ്ടത്തെ അവൻ തകർക്കും. So many times we just have to just give everything to God. ചില സന്ദർഭങ്ങളിൽ ഒത്തിരി സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കേണ്ടതായി വന്നു. Take those baby steps one day at a time. ചെറിയ ഓരോ ദിവസമോ വിശ്വാസത്തോടെ കാൽ ചുവടുകൾ മുമ്പോട്ട് വെക്കുക. ഓരോ ദിവസം വിശ്വാസത്തോടെ കാൽ ചുവടുകൾ മുന്നോട്ട് വെക്കുക. Just trusting God. ദൈവത്തിൽ ആശ്രയിക്കുക. Giving the details of our lives to him. നമ്മുടെ ജീവിതത്തിലെ സകലതും കർത്താവിന് സമർപ്പിക്കുക. Even though everything is unknown to us. ചില സന്ദർഭങ്ങളിൽ എല്ലാം നമുക്കറിയില്ലായിരിക്കാം. We trust God in blind faith. ചിലപ്പോൾ നമ്മൾ അന്ധമായി ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ചലിക്കുക. God who knows everything. ദൈവത്തിന് എല്ലാം അറിയാം സഹോദരങ്ങളെ. God who sees everything. കർത്താവ് എല്ലാം കാണുന്നു. The God who cares for us. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. Even the minute details of our lives. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് നന്നായി അറിയുന്നു. He knows, he sees, he orchestrates. അവൻ നന്നായി കാണുകയും അവൻ നന്നായി കാര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നവനാണ്. Everything that you see around. നിങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, ഈ കാണുന്ന ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളെ intelligently designed by an intelligent designer. ഒരു ബുദ്ധിമാനായ ഒരു ഡിസൈനർ ഇതിനെ വളരെ ബുദ്ധിപരമായി ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. He's carved you in the palms of his hand. ദൈവത്തിന്റെ കരങ്ങളിൽ അത് വരച്ചിരിക്കുകയാണ്. Amen. God knows everything about you. കർത്താവ് നിങ്ങളെക്കുറിച്ച് എല്ലാം നന്നായി He അറിയുന്നു. knows your fears. നിങ്ങളുടെ ഭയത്തെ അവൻ അറിയുന്നു. Even as you're fasting here today. നിങ്ങളുടെ ഉപവാസത്തെ അവൻ He അറിയുന്നു. knows your struggles. നിങ്ങളുടെ പ്രതിസന്ധികളെ അറിയുന്നു. He knows what you're going through. നിങ്ങൾ കടന്നു പോകുന്ന സകലതും അവൻ He അറിയുന്നു. knows what you've been through in the past. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ആയിരുന്ന അവസ്ഥയെ അവൻ അറിയുന്നു. He also knows where he's taking you. എവിടേക്കാണ് അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നും അവൻ അറിയുന്നു. So just trust him. കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുക. Just respond in blind faith. അന്ധമായി കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. Throw yourself into the hands of God. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുക. Throw your children into the hands of God. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് The Bible says, cast all your cares. വചനം പറയുന്നു, എല്ലാ ഭാരവും എന്റെ മേൽ എറിഞ്ഞുകൊള്ളുക. Cast all your cares unto him. എല്ലാ ഭാരങ്ങളും എന്റെ മേൽ എറിഞ്ഞുകൊള്ളുക. For he cares for you. അവൻ നിങ്ങൾക്കായി കരുതും. He cares about the minute details. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. He cares for every problem you're going through. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവൻ അറിയുന്നു. Same God who cared for you in your past. നിങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ നടത്തിയ ദൈവം He cares for you in your present. ഇന്ന് ഈ വർത്തമാനകാലത്തും നിങ്ങളെ അവൻ കരുതും. He will care for you in your future. നിങ്ങളുടെ ഭാവിയിലും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. So look at what happens here. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം എന്താണ് സംഭവിക്കുന്നത്. Esther is moved from her house and she's brought into the palace. എസ്തറിന്റെ ഭവനത്തിൽ നിന്ന് ഇതാ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. Don't be anxious about anything. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. God is in control. ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്നത്. He knows what he is doing. കർത്താവിനറിയാം എന്താ കർത്താവ് ചെയ്യേണ്ടതെന്ന്. Surprises God. ഒരിക്കലും അത് കർത്താവിനെ അത്ഭുതപ്പെടുത്തുന്നില്ല. Don't be anxious about today. നീ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ആകുലപ്പെടേണ്ട. Don't be stressed about anything.
Don't be stressed. നിങ്ങൾ വല്ലാതെ നിങ്ങൾ Don't ആകുലചിത്തരാകണ്ട. be fearful about anything. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. Just trust the Lord. ദൈവത്തിൽ ആശ്രയിക്കുക. Because God is leading you into His ordained destiny. കാരണം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവിക നിയോഗങ്ങളിലേക്കാണ് ദൈവം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. The palace is not to destroy you. പാലസ് അല്ലെങ്കിൽ കൊട്ടാരം ഒരിക്കലും നിന്നെ തകർത്ത് കളയില്ല. The palace is not to destroy you, Esther. എസ്തറേ, കൊട്ടാരം ഒരിക്കലും നിന്നെ തകർത്ത് കളയുകയില്ല. It is the place where God is going to honor you. അവിടെയാണ് ദൈവം നിന്നെ ആദരിക്കാൻ പോകുന്നത്. So many people are waiting for you. ഒത്തിരി ആൾക്കാർ നിന്നെ കാത്തിരിക്കുകയാണ്. So many people are going to cry out to me, says the Lord. ഒത്തിരി പേര് നിനക്ക് വേണ്ടി കരയാൻ പോവുകയാണ്. And I am going to place you in authority to bring relief to the Jews. ഈ യഹൂദന്മാരെ വിടുവിക്കുവാൻ ഒരു വിടുതലിന്റെ പദ്ധതിക്കായിട്ട് ഞാൻ നിന്നെ കൊട്ടാരത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. Even though you don't see my plan. ഒരിക്കലും നീ എന്റെ പദ്ധതികളെ നിനക്ക് കാണാൻ Even though you don't see my hand moving. എങ്ങനെയാണ് എന്റെ കരം ചലിക്കുന്നത് എസ്തറേ നിനക്ക് കാണാൻ കഴിയില്ല. Even though I am shifting your seasons. പക്ഷേ നിന്റെ കാലഘട്ടത്തെ അല്ലെങ്കിൽ നിന്റെ സീസണെ ഞാൻ മാറ്റുകയാണ്. I am leading you into my ordained destiny for your life. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ ആ നിത്യമായ പദ്ധതിയിലേക്ക് ഞാൻ നിന്നെ നിയോഗിക്കുകയാണ്. You will not die in the palace. ഒരിക്കലും നീ കൊട്ടാരത്തിൽ മരിച്ചു പോകുകയില്ല. You will thrive in the palace. നീ കൊട്ടാരത്തിൽ നിന്ന് കരയാൻ പോകുകയാണ്. You are going to influence the king. നീ രാജാവിനെ സ്വാധീനിക്കാൻ പോകുകയാണ്. You are going to influence the king of Persia. പേർഷ്യൻ രാജാവിനെ നീ സ്വാധീനിക്കാൻ പോകുകയാണ്. You are going to change the decree of the king. രാജാവിന്റെ കൽപ്പനകളെ നീ മാറ്റിമറിക്കാൻ പോകുകയാണ്. You are going to destroy the plan of Satan. സാത്താന്റെ പദ്ധതികളെ നീ തകർക്കാൻ പോകുകയാണ്. You are going to destroy the plan of man. മനുഷ്യന്റെ പദ്ധതികളെ നീ തകർക്കും. And I am going to use you in this time. ഈ സീസണിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. To be a blessing to my covenant people. എന്റെ ഉടമ്പടിയിൻ ജനത്തെ അനുഗ്രഹിക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. All the 127 provinces. 120 സംസ്ഥാനങ്ങളിലും ഈ ദൈവപ്രവൃത്തിയെ ഞാൻ കാണിക്കും. I will protect my people through you. ഈ 120 സംസ്ഥാനങ്ങളിലും എന്റെ ജനത്തെ ഞാൻ നിന്നിലൂടെ സംരക്ഷിക്കും. And I am going to establish my will through you. എന്റെ ഹിതത്തെ നിന്നിലൂടെ ഞാൻ സ്ഥാപിക്കും. The palace is not to harm you. പാലസ് ഒരിക്കലും നിന്നെ നശിപ്പിക്കുകയില്ല. The palace is where I am going to honor you. ആ കൊട്ടാരം നിന്നെ ആദരിക്കാൻ പോകുകയാണ്. The palace is where you will receive the crown. നീ ആ കൊട്ടാരം എന്ന് പറയുന്നത് നിന്റെ തലയിൽ കിരീടം സ്വീകരിക്കുന്ന സ്ഥലമാണ്. The palace is where you will receive authority. ആ കൊട്ടാരം എന്ന് പറയുന്നത് നീ അധികാരത്തെ സ്വീകരിക്കുന്ന ഇടമാണ്. In the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. The place where you are confused. നീ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന സ്ഥലമില്ലേ? Will be a place where God is going to anoint you. ആ സ്ഥലത്ത് നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. The place where you are fearful today. ഇന്ന് നീ ഭയപ്പെട്ടിരിക്കുന്ന ഇടമില്ലേ? It will be the place where God is going to elevate you. അവിടെ നിന്നെ ദൈവം ഉയർത്താൻ പോകുകയാണ്. It's a place where God is going to give you authority. ദൈവം നിനക്ക് ആ സ്ഥലത്താണ് അധികാരം നൽകാൻ പോകുന്നത്. Heaven is going to transfer authority upon you. സ്വർഗ്ഗം ആ അധികാരത്തെ നിന്റെ മേൽ കൈമാറ്റം ചെയ്യുകയാണ്. In the name of Jesus Christ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. If you respond to God today. ഇന്ന് ആ ദൈവവചനത്തോട് നീ പ്രതികരിക്കുന്നുവെങ്കിൽ. If you respond to His word today. ദൈവവചനത്തോട് ഇന്ന് പകലിൽ നീ പ്രതികരിക്കുന്നുവെങ്കിൽ. Let the Lord flood His Spirit upon you. കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് പകലിൽ ആവസിക്കാൻ പോകുകയാണ്. Let the Lord stir something in you today. കർത്താവ് നിന്റെ ഹൃദയത്തെ ചില കാര്യങ്ങൾക്കായി ഉത്ബോധിപ്പിക്കുകയാണ്. May your spiritual eyes be opened. നിന്റെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുക. May your spiritual ears be opened. നിന്റെ ആത്മീയ ശ്രവണങ്ങൾ തുറക്കാൻ പോകുകയാണ്. May you see what God is showing you. ദൈവം എന്താണ് കാണിക്കുന്നത് അത് നിന്റെ കാണുവാൻ നിന്റെ ഹൃദയദൃഷ്ടി കർത്താവ് തുറക്കുക. In the valleys where you are today. ഇന്ന് നീ ആയിരിക്കുന്ന താഴ്വരയിൽ. God is showing you. നിന്റെ കണ്ണ് തുറന്ന് ദൈവം എന്താ ചെയ്യുന്നതെന്ന് കാണുവാൻ ഇടയാകട്ടെ. In the valley of brokenness. നിന്റെ തകർച്ചയുടെ തോട്ടത്തിൽ. In the valley of fear and pain. ഭയത്തിന്റെയും കണ്ണുനീരിന്റെയും താഴ്വരയിൽ. In the valley of loneliness. ഒറ്റപ്പെടലിന്റെ താഴ്വരയിൽ. May you see and hear what God is showing and
speaking to you. ഈ ആ താഴ്വരയിൽ ദൈവം നിന്നോട് ഇടപെടുവാനും സംസാരിക്കാനും പോവുകയാണ്. It's always good to be alone in the presence of the ചില Lord. സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് വേറിട്ടിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. Without isolation there is no revelation from God. ഒറ്റപ്പെടാതെ അല്ലെങ്കിൽ മാറിയിരിക്കാതെ ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. Without isolation there is no revelation from God. ഒറ്റപ്പെട്ട് മാറിയിരിക്കാതെ വേറിട്ടിരിക്കാതെ ദൈവിക വെളിപ്പാടുകളുടെ കൈമാറ്റം സംഭവിക്കില്ല. If you feel that people have rejected you, നിങ്ങൾ മറ്റുള്ളവരാൽ നിങ്ങൾ തിരസ്കരണം അനുഭവിക്കുന്നവരാണോ? be happy because heavens are going to be open for you. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. Think about John in Patmos. യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ The heavens were open for him. സ്വർഗ്ഗം അവന് വേണ്ടി തുറന്നു. And he had a vision of the resurrected Christ. അവന് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം പ്രാപിപ്പാൻ ഇടയായി. Patmos is a blessing for a believer. എന്നാൽ പത്മോസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. Isolation is a blessing for a believer. ഒറ്റപ്പെടൽ ഏകാന്തത എന്ന് പറയുന്നത് അത് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. In the book of Hosea, ഹോശേയയുടെ പുസ്തകത്തിൽ the Lord is speaking and saying, ദൈവം പറയുകയാണ്, I will seduce you, I will lure you, I will attract you into the wilderness. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി ഇടപെടും. Wilderness is a blessing for a believer. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരുഭൂമി എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. I will seduce you into the wilderness where I will speak to you tenderly. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി ഇടപെടും. You will hear revelations from God. ദൈവത്തിൽ നിന്ന് നീ വെളിപ്പാടുകളെ പ്രാപിക്കും. You will see revelations from God. നീ ദൈവത്തിന്റെ വെളിപ്പാടുകളെ കണ്ണുകൊണ്ട് കാണും. When you are isolated from people, നീ ജനത്തിൽ നിന്ന് മാറ്റപ്പെട്ട് വേറിട്ട് മാറ്റപ്പെടുമ്പോൾ then you will see God being magnified in your life. അങ്ങനെ നിന്റെ ജീവിതത്തിലൂടെ ദൈവം മഹത്വീകരിക്കുന്നത് നീ കാണും. So don't worry when God disrupts your plans. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പദ്ധതികളെ ദൈവം തകർത്ത് കളയുമ്പോൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. Don't worry when God takes something small from your life. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളിൽ നിന്ന് ചിലത് എടുത്തു കളയുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. Because He's going to give you something bigger. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ചിലതൊക്കെ ദൈവം എടുത്തു മാറ്റുന്നത്. God is shifting seasons. ദൈവം നമ്മുടെ കാലങ്ങളെ അവൻ മാറ്റുന്നു. To take you in the path of righteousness for His name's sake. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീതിയുടെ മാർഗത്തിലേക്കാണ് അവൻ നിങ്ങളെ നയിക്കുന്നത്. He is leading you into His destiny. അവിടുത്തെ അവൻ നമ്മെ നയിക്കുന്നത് യഥാർത്ഥമായി നമുക്ക് നിയോഗിക്കപ്പെട്ട ആ നിത്യതയിലേക്കാണ്. Point number 3 from Esther's life. മൂന്നാമത്തെ എസ്തറിന്റെ ജീവിത പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്, You got to wait for God's timing. ദൈവത്തിന്റെ സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. Yes, you've received a lot of promises from God. എസ്തർ ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. But you have to wait for the fulfillment time. ദൈവത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. And so there's a preparation time. അതിന് ഒരു ഒരുക്ക സമയം നമുക്ക് ആവശ്യമായിരിക്കും. God is preparing things in your life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾക്കായി നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. Yes, God brought Esther to the palace. എസ്തറിനെ ദൈവം പാലസിലേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. The crown didn't just suddenly come upon her head. കിരീടം she was not made a queen quickly. പെട്ടെന്ന് അവൾ രാജ്ഞിയായി മാറിയില്ല. She had to wait. അവൾക്ക് കാത്തിരിക്കേണ്ടതായി വന്നു. Like all the other virgins. മറ്റ് കന്യകമാർ കാത്തിരുന്നത് പോലെ അവളും കാത്തിരിക്കേണ്ടതായി വന്നു. There was a time for beautification. അവരുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം അവരുടെ Time for ജീവിതത്തിൽ beautification. ശുദ്ധീകരണത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. Time for preparation. ഒരു ഒരുക്കത്തിന്റെ ഒരു സമയം അവർക്കുണ്ടായിരുന്നു. Then when the king called, പക്ഷേ പിന്നെയാണ് രാജാവ് ഈ രാജ്ഞിയെ വിളിക്കുമ്പോൾ, whenever the king calls, രാജാവ് വിളിക്കുമ്പോൾ all these virgins had to go and present themselves. എല്ലാ സ്ത്രീകളും എല്ലാ കന്യകമാരും ഈ രാജാവിന്റെ മുമ്പിലേക്ക് വരണമായിരുന്നു. But till that time, ആ സമയം വരെ, till that appointed time of the king, ആ നിയോഗിക്കപ്പെട്ട സമയം വരെ they were given servants, maid servants. അവർക്ക് ഈ ദാസിമാരെ കൊടുത്തിരുന്നു അവരെ ഒരുക്കിയെടുക്കാൻ. Prepare them to be presentable before the king. അവര് ഒരുക്കിയെടുക്കുവാൻ ദാസിമാരെ കൊടുത്തിരുന്നു രാജാവിന്റെ മുമ്പിൽ നന്നായിട്ട് അവരെ പ്രസന്റ് ചെയ്യാൻ. So even Hadassah had to go through this process. ഹഡസ്സയും അതുപോലെ പോകേണ്ടതായിട്ട് വന്നു. A time for preparation, a time for waiting. അവക്കും അത് എല്ലാവരെ പോലെ കാത്തിരിപ്പിന്റെയും ഒരുക്കത്തിന്റെയും സമയം അവക്കും ആവശ്യമായിരുന്നു. It's the most miserable time. അത് വളരെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. Do you like to wait?
None of us. I don't think anybody likes to wait. നമുക്ക് കാത്തിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണോ? God gave Abraham a promise. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. He had to wait so long. ഒത്തിരി വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി The വന്നു. anointing came upon David. ദാവീദിന്റെ തലമേൽ അഭിഷേകം വന്നു. It was a kingly anointing. അത് രാജകീയ അഭിഷേകമാണ്. But he had to wait for a long time. പക്ഷെ ഒത്തിരി കാലം അവൻ കാത്തിരിക്കേണ്ടതായി വന്നു. 16 to 18 years he had to wait. 16 മുതൽ 18 16 to 18 16 മുതൽ 18 വയസ്സ് വരെ അവൻ കാത്തിരിക്കേണ്ടി വന്നു. Before he became the king. രാജാവാകുന്നതിന് മുമ്പ്. But he received the kingly anointing. പക്ഷേ അവൻ അതിനു മുമ്പ് തന്നെ ഏറെ നാൾ മുമ്പ് തന്നെ അവൻ അഭിഷേകം But he സ്വീകരിച്ചിരുന്നു. didn't receive the throne immediately. പക്ഷേ പെട്ടെന്ന് അവന്റെ തലമേൽ അല്ലെങ്കിൽ അവന് സിംഹാസനം He was ലഭിച്ചില്ല. chased like a mad dog. പേപ്പട്ടിയെ പോലെ അവനെ വേട്ടയാടി. അവനെ പേപ്പട്ടിയെ പോലെ He വേട്ടയാടി. was chased like a mad dog. പേപ്പട്ടിയെ പോലെ വേട്ടയാടി. He said, I'm one step before death. അവൻ മരണത്തിന് തൊട്ടു പിന്നാലെ എന്ന പോലെയായിരുന്നു. Wait for God's time. നമ്മൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. Even Esther had to wait for God's time. എസ്തറും ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കേണ്ടതായി And it's വന്നു. at that time we feel so rejected. നമ്മൾ ആ സമയമാണ് നമ്മൾ ഒത്തിരി തിരസ്കരണം എന്ന ആ ഒരു ഫീലിംഗ് So നമുക്കുണ്ടാകുന്നത്. many times we want to move ahead of God. നമ്മൾ എപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും എപ്പോഴും ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ കയറി ഓടുവാൻ നമ്മൾ ആഗ്രഹിക്കും. Sometimes even while we fast. ഈവൻ ചില സന്ദർഭങ്ങളിൽ ഉപവസിക്കുന്ന സമയത്ത് പോലും Begging God to move fast. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. But while you fast today, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി ഉപവാസത്തോടെ say, ആയിരിക്കുമ്പോൾ Lord, I'm waiting for your time. ഇന്ന് പകലിൽ പറയണം, കർത്താവേ ഞാൻ അവിടുത്തെ സമയത്തിനായി കാത്തിരിക്കുന്നു. I will be patient for your time. ഞാൻ അവിടുത്തെ സമയത്തിനായിട്ട് ദീർഘക്ഷമയോടെ കാത്തിരിക്കും. There is a time on earth. ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. And there is a time in the heavens. സ്വർഗ്ഗത്തിലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. That time is called God's appointed time in the ആ heavens. സമയമാണ് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട സമയം. In Greek it's called kairos. ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നു, കൈറോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നിശ്ചിത സമയം. ദൈവത്തിന്റെ നിശ്ചിത സമയം. And Lord, I'm going to wait patiently for your appointed time. കർത്താവേ ഇന്ന് പകലിൽ പറയണം, ദൈവമേ അവിടുത്തെ നിശ്ചയിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. Even though I'm impatient, oh Lord. ചില സന്ദർഭങ്ങളിൽ ഞാൻ ക്ഷമയില്ലാത്തവനാണ് Lord, I കർത്താവേ. just want to be patient. പക്ഷേ എനിക്ക് ക്ഷമയോടെ കാത്തിരിക്കുവാൻ കൃപ തരണമേ. I want to just have practice self control. കർത്താവേ എനിക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ ക്ഷമ പഠിക്കാനുള്ള കാത്തിരിക്കുമുള്ള ക്ഷമ എന്നെ പഠിപ്പിക്കണമേ. While I wait for you patiently. അവിടുത്തെ സമയത്തിനായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ Help me to be careful of what I think, what I speak and what I act. കർത്താവേ എൻ്റെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ എന്താണോ ഞാൻ ചിന്തിക്കുന്നത്, എന്താണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന വിഷയത്തിൽ ഞാൻ വളരെ ഗൗരവവും സൂക്ഷ്മതയും ഉള്ളവനായിരിക്കട്ടെ. So many times we rush into things. ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് വെപ്രാളം That കാണിക്കുന്നവരാണ്. can end in disaster. അത് എപ്പോഴും നാശത്തിലേക്ക് So അവസാനിക്കുകയുള്ളൂ. while you're fasting and praying today, നമ്മൾ പകലിൽ ഉപവാസത്തോടെ while പ്രാർത്ഥനയായിരിക്കുമ്പോൾ, you're fasting and praying in this season, ഈ കാലഘട്ടങ്ങളിൽ ഈ സീസണിൽ നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ pull back, says the Lord. ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ പുറകോട്ട് വലിക്കണമേ. Don't run ahead of the shepherd. കർത്താവേ ഇടയന് മുന്നേ കയറി ഓടുവാൻ ഇടയാകല്ലേ. Pull back yourself. നമ്മെ തന്നെ സ്വയം പുറകോട്ട് വലിക്കുന്നവരായി മാറുക. And wait patiently and walk under the leading of the shepherd. ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഇടയന്റെ നിയന്ത്രണത്തിൽ കീഴിൽ, ആ നേതൃത്വത്തിന് കീഴിൽ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനോഭാവമാണ് നമുക്ക് Trust the ഉണ്ടാകേണ്ടത്. timing of your shepherd. ആ സമയത്തിന് വേണ്ടി ക്ഷമയോടെ ആ ഇടയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. Because he makes everything beautiful in his time. കാര്യം കർത്താവ് എല്ലാം അതിന്റെ സമയത്ത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നവനാണ്. Moses had to wait 40 years. ആ മോശയ്ക്ക് 40 വർഷം കാത്തിരിക്കേണ്ടതായി വന്നു. Like Abraham and David, Moses had to wait too. അബ്രഹാമിനും ദാവീദിനും മോശയ്ക്കൊക്കെ കാത്തിരിക്കേണ്ടതായി വന്നു. And God also wants you to wait. ദൈവം ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നത് നമ്മളും നിങ്ങളും ഓരോരുത്തരും കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകൂ. He's refining you in this process. ഈ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ എന്ന് പറയുന്നത് അവൻ നമ്മെ ശുദ്ധീകരിക്കുന്ന നിമിഷമാണ്. Building character in you. ആ സമയങ്ങളിൽ ദൈവം നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന സമയമാണ്. He's strengthening your inner man. നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്ന നിമിഷങ്ങളാണ്. He's giving you a new perspective. നമ്മൾ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന സമയമാണ്. As you wait in his presence, അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ he will give you a new vision. പുതിയ ദർശനം അവൻ തരും. He will give you a new mission. പുതിയ ദൗത്യം അവൻ ഏൽപ്പിക്കും. He will give you a new perspective on seeing things. പുതിയ കാഴ്ചപ്പാടുകൾ, കാര്യങ്ങളെ വ്യക്തമായി കാണുന്ന പ്രത്യേകതരം കാഴ്ചപ്പാടുകൾ അവൻ നൽകും.
And that's exactly what was happening in Esther's life. എസ്തറിന്റെ ജീവിതത്തിൽ ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. But he also, point number 4, he gives you favor. നാലാമത്തെ കാര്യം, ദൈവം ഫേവർ നൽകുന്ന, പ്രീതി നൽകുന്ന ദൈവമാണ്. To those who wait patiently. വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രീതി ലഭിക്കും. To those who are waiting in obedience. താഴ്മയോടെ അനുസരണത്തോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രത്യേകമായ ഫേവർ വെളിപ്പെടും. You will receive a reward when you wait patiently. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. God releases favor in your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രീതി, ദൈവത്തിന്റെ ഫേവർ അവൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. Doors that have been closed for others will open for you. മറ്റുള്ളവർക്ക് അടയപ്പെട്ട വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. Because you see the hand of God moving. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് നിങ്ങൾ കാണും. There were so many virgins in that palace. ഒത്തിരി കന്യകമാർ ആ കൊട്ടാരത്തിലുണ്ട്. And there was a main eunuch there. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷണ്ണനുണ്ട്. And this eunuch saw all the virgins. ഈ ഷണ്ണൻ എല്ലാ കന്യകമാരെയും നോക്കി കാണുകയാണ്. When his eyes looked upon Hadassah, എസ്തറിലേക്ക് ഈ ഷണ്ണന്റെ കണ്ണ് പതിച്ചപ്പോൾ something moved in his heart. ആ ഷണ്ണന്റെ ഹൃദയത്തിനകത്തൂടെ എന്തോ ചലിക്കുന്നതായിട്ട് തോന്നി. That he liked her so much. അവളെ ഈ ഷണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. That he started showing favor to Esther. ആ എസ്തറിനോട് ആ നിമിഷം മുതൽ അവൻ പ്രീതി അല്ലെങ്കിൽ ഫേവർ കാണിച്ചു തുടങ്ങി. And she received what no other virgins received. മറ്റൊരു കന്യകമാർക്കും ലഭിക്കാത്തത് അവൾക്ക് എസ്തറിന് പ്രത്യേകമായി ലഭിച്ചു. It was because of the favor that Jehovah God released upon this eunuch. ആ ഷണ്ണന്റെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷണ്ണന്റെ മേൽ ദൈവം പകർന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹവും ഫേവറും കാരണമാണ്. 3 times in that season of her life the favor of God was released in Esther's life. 3 സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ദൈവത്തിന്റെ ഫേവർ എസ്തറിന്റെ ലൈഫിൽ വെളിപ്പെട്ടതായി നമ്മൾ കാണുന്നു. One favor through the eunuch. ഒന്ന് ഈ ഷണ്ണനിലൂടെയാണ്. Number 2, upon all the maid servants they had favor upon Esther. ആ മറ്റുള്ള ദാസിമാർക്ക് ഈ എസ്തറിനോട് ഒരു പ്രത്യേക കനിവ് തോന്നത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടു. And the Bible says when it came for her time to go and stand and present before the king, even the king had favor upon Esther. എല്ലാ രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട സമയമായപ്പോൾ ഇതാ രാജാവിന് പോലും എസ്തറിനോട് ഒരു പ്രത്യേക ഫേവർ തോന്നുകയാണ്. As you wait patiently for the Lord, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ may the Lord rain favor upon you. നിങ്ങളുടെ മേൽ അവൻ ദൈവത്തിന്റെ ഫേവർ മഴ പോലെ Favor in your own house. നിങ്ങളുടെ ഭവനത്തിനകത്ത് അവന്റെ ഫേവർ പെയ്തിറങ്ങും. Favor among your own spouse in the name of Jesus. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ അവൻ അയക്കും. Favor in your children's schools and colleges. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും ദൈവത്തിന്റെ പ്രത്യേകമായ പ്രീതി ഫേവർ. Favor in your workplace. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. Favor in your ministry. നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. Favor in your church. നിങ്ങളുടെ സഭയിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. You don't have to play games. നിങ്ങൾ വേറെ രീതിയിൽ ഒന്നും കളിക്കേണ്ട ഒരു കാര്യമില്ല. You don't have to play games. നിങ്ങൾ വേറെ രീതിയിൽ ഒന്നും കളിക്കേണ്ട കാര്യമില്ല. You don't have to cry before man. നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ട ആവശ്യമില്ല. You just have to wait before God. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക മാത്രം ചെയ്യുക. Wait patiently for God to move. ക്ഷമയോടെ ദൈവം നമുക്ക് വേണ്ടി ചലിക്കുന്നത് വരെ കാത്തിരിക്കുക. Wait patiently for God to move in his time. ദൈവത്തിന്റെ സമയത്ത് ദൈവം ചലിക്കുവാൻ ദൈവത്തിന്റെ സമയം വരെ നിങ്ങൾ കാത്തിരിക്കുക. When you wait patiently for God to move, ദൈവത്തിന്റെ കരം ചലിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ He will cancel the plans of the enemy. പിശാചിന്റെ എല്ലാ പദ്ധതികളെയും ദൈവം ക്യാൻസൽ ചെയ്യും. He will change the hearts of your enemies. അവൻ പിശാചിന്റെ ഹൃദയത്തെ അവൻ ചേസ് ചെയ്യും. The king's heart is in the hands of God, the Bible says. വചനം പറയുന്നു രാജാവിന്റെ ഹൃദയം നീർത്തോടുകൾ കണക്കെ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്നു. God can harden hearts. ദൈവത്തിന് ചിലപ്പോൾ രാജാക്കന്മാരുടെ ഹൃദയത്തെ കഠിനമാക്കാൻ പറ്റും. God can also melt hearts. ദൈവത്തിന് അവിടെ ഹൃദയത്തെ ഉരുക്കാൻ കഴിയും. May the favor of God be released upon your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഫേവർ ശക്തമായി വെളിപ്പെട്ടു വരട്ടെ. May the favor of God be released upon your life. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ പ്രീതി നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായി ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. In the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. May God release favor upon your life. ദൈവത്തിന്റെ പ്രത്യേകമായ പ്രീതി നിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. That which is broken.
എന്നോട് ചേർന്ന് വാ. That which is broken, തകർന്നിരിക്കുന്നത്, തകർന്നിരിക്കുന്നിടം, ചതറപ്പെട്ടിരിക്കുന്നത്, that which is scattered, may the Lord join it together. തകർന്ന് ചിതറപ്പെട്ട ബന്ധങ്ങളെ കർത്താവ് May the ഒന്നിപ്പിക്കുക. Lord release favor upon your life. ആ മേഖലകളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഫേവർ വെളിപ്പെടുകയാണ്. People who are now turned against you, ചില സന്ദർഭങ്ങളിൽ വ്യക്തികൾ നിങ്ങൾക്കെതിരായി തീരാം. may they show compassion towards you. പക്ഷെ ദൈവം നിങ്ങളോട് കരുണ In കാണിക്കുകയാണ്. the name of Jesus Christ. യേശുക്രിസ്തുവിന്റെ In the അധികാരമുള്ള name of നാമത്തിൽ. Jesus Christ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള Whatever നാമത്തിൽ. valley you are in, ഏത് തരം താഴ്വരയിലൂടെയാണോ നിങ്ങൾ whatever പോകുന്നത്, valley you are in, നിങ്ങൾ ഏത് തരം താഴ്വരയിലൂടെയാണോ പോകുന്നത്, may the river of blessing flow to you. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ നദി നിങ്ങളുടെ മേൽ ഒഴുകുകയാണ്. I don't know who this word is for. ഈ വചനം ആർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. You see, the people were in the wilderness. ഈ മരുഭൂമിയിലായിരിക്കുന്ന ജനം, There were 3 kings, 3 and രാജാക്കന്മാർ, they had the armies with them, സൈന്യം അവരോടൊപ്പം ഉണ്ട്. and they were thirsty for water. പക്ഷെ അവർ വെള്ളത്തിനായി അവർ ആഗ്രഹിക്കുകയാണ്. And they come to a man of God, ഒരു ദൈവപുരുഷന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. and they are seeking the counsel of God to the prophet. ദൈവത്തിന്റെ ഈ ആലോചനയെ ആ പ്രത്യേക സന്ദർഭത്തിൽ അവർ And God അന്വേഷിക്കുന്നു. speaks to the prophet. ആ പ്രവാചകനിലൂടെ ദൈവം You are സംസാരിക്കുന്നു. not going to see rain. അവർ പറയുകയാണ്, നിങ്ങൾ മഴ കാണുകയില്ല. You are not going to see natural things happening. പ്രകൃതിയിൽ സംഭവിക്കുന്ന പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങൾ But you are കാണത്തില്ല. going to see something supernatural. പക്ഷേ പ്രകൃതിക്ക് അതീതമായ അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും. Big holes in the valleys. നിങ്ങൾ ഇവിടെ കുഴികളെ വെട്ടുവീൻ. താഴ്വാരയിൽ ഇറങ്ങി കുഴി കുഴിക്കുവീൻ. താഴ്വരത്തിൽ ഇറങ്ങി കുഴികൾ വെട്ടുവീൻ. Hallelujah. But the valleys that you dig are going to be filled with water. ആ താഴ്വരകളിൽ വെള്ളം കൊണ്ട് നിറയാൻ പോകുകയാണ്. And nothing happened at that time. അപ്പോഴൊന്നും സംഭവിച്ചില്ല. But they waited. പക്ഷെ അവർ കാത്തിരുന്നു. The Bible says, അതിരാവിലെ ഭോജനയാഗ സമയത്ത് ഭോജനയാഗ സമയത്ത് a river was flowing from Edom. അവിടെ ഇതാ ഏദോമിൽ നിന്ന് ഇതാ വെള്ളം ഒഴുകി വരികയാണ്. A river flowing from the land of Edom. ഏദോമിലൂടെ വെള്ളം ഒഴുകി വരികയാണ്. Flowing to where the trenches the people of God had dug. എവിടെയാണോ ജനങ്ങൾ കുഴികൾ കുഴിച്ചത് അവിടേക്ക് ഇതാ വെള്ളം ഒഴുകി വരികയാണ്. Edom was a cursed place for the Israelites. ഏദോം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശപിക്കപ്പെട്ട ദേശമാണ്. ശപിക്കപ്പെട്ട ദേശത്തു നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഉറവ, നീ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട്, നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതായതുകൊണ്ട്, ശപിക്കപ്പെട്ട ഏദോമിൽ നീ കുഴിച്ച കുഴികളെ തേടിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ നദിയെ, ഒരു ഉറവെ ദൈവം നിനക്ക് വേണ്ടി തുറന്ന്, ആ നദി ദൈവത്തിന്റെ കൽപ്പനയാൽ നിന്നെ തേടി, നീ നിൽക്കുന്ന സ്ഥലം തേടി, നീ കുഴിച്ച കുഴി തേടി വരികയാണ്. നീ കുഴിച്ച കുഴിയെ ഈ നദി ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ദൈവത്തിന്റെ കൽപ്പനയാൽ അത് നിറച്ചിരിക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിറച്ചിരിക്കും ദൈവം അത്. The Bible says, വചനം പറയുന്നു, all the valleys, all the trenches that they had dug, അവർ കുഴിച്ച കുഴികളിലെല്ലാം it filled, the water filled. വെള്ളം കൊണ്ട് നിറഞ്ഞു. That is the favor of the Lord. അത് ദൈവത്തിന്റെ പ്രത്യേകമായ ഫേവറാണ്. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു, ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം. God can change the hearts of your enemies. നിങ്ങളുടെ ശത്രുവിന്റെ ഹൃദയത്തെ ദൈവത്തിന് മാറ്റിമറിക്കാൻ പറ്റും. Praise the Lord. Praise the Lord. When the favor of the Lord is released, ദൈവത്തിന്റെ പ്രീതി വെളിപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടി വെളിപ്പെട്ട് കഴിയുമ്പോൾ, hearts will melt. നമ്മുടെ ഹൃദയങ്ങൾ ഉരുകപ്പെടുകയാണ്. It can be your own children rebelling against your authority. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കെതിരെ മത്സരിക്കാം. When the favor of God is released, എന്നാൽ ദൈവത്തിന്റെ ഫേവർ അവിടെ മേൽ when വെളിപ്പെട്ടാൽ, you patiently wait for God's timing, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ, God will change their hearts. ദൈവം അവിടെ ഹൃദയത്തെ മാറ്റും. And their hearts will melt അവിടെ ഹൃദയം ഉരുകുവാൻ തുടങ്ങും. out of the love, kindness and compassion and the favor of the Lord. സ്നേഹത്തിന്റെയും കരുണയുടെയും ദയയുടെയും ഫേവർ ദൈവം വെളിപ്പെടുത്തും. You have to be very smart when it's preparation time. നിങ്ങളുടെ ഒരുക്ക സമയം, കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ Be ശ്രദ്ധാലുക്കളായിരിക്കും. very, very, very attentive to what I'm going to say. ഞാൻ ഇനിയുള്ള നിമിഷങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. I don't have time to go through all the passages, but I'll give you references. Esther 2:9, 15, also verse 17, 18. You see, Esther did something in this preparation time. ഈ ഒരുക്ക കാലഘട്ടങ്ങളിൽ എസ്തർ പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്തു. God will release favor, ദൈവത്തിന്റെ ഫേവർ റിലീസ് ചെയ്യും. but you have to be smart. പക്ഷേ നിങ്ങൾ വളരെ സ്മാർട്ടായിരിക്കണം.
You got to be intelligent. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരായിരിക്കണം. You got to discern. നിങ്ങൾ വളരെ വിവേചനമുള്ളവരായിരിക്കണം. You got to act in discernment. നിങ്ങൾ വിവേചനത്തിൽ പ്രത്യേകമായി പ്രാവീണ്യമുള്ളവരായിരിക്കണം. Act in the favor of the Lord. ദൈവത്തിന്റെ പ്രീതിയെ, ഫേവറിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ അതിന് ബുദ്ധിയുള്ളവരായിരിക്കണം. Even if you receive the favor of God, നിങ്ങൾ ദൈവത്തിന്റെ ഫേവർ പ്രാപിച്ചാലും everything is not going to come into your hands. എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപക്ഷെ വരികയില്ല. You have to go two people. നിങ്ങൾ രണ്ടുപേരുമായി ചെല്ലണം. Okay. ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഉപവസിക്കുന്നത് നല്ലതാ അല്ലേ? പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടും ജോലി തേടി അപ്ലൈ ചെയ്തില്ലെങ്കിൽ ജോലി കിട്ടുമോ? ഫേവർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? You have to apply. You have to act in the favor that God has given you. He will tell you where to apply, but you have to apply. Sometimes it's not what you know, it's who you know. മോനെ അപ്ലൈ ചെയ്തോ, ഞാൻ റെക്കമെൻഡ് ചെയ്തോളാന്ന് ദൈവം ഒരുത്തരെ എഴുന്നേൽപ്പിച്ചാൽ പോലും അവനല്ല അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നാം അപ്ലൈ ചെയ്യണം അല്ലേ? ദൈവത്തിൻ്റെ ഫേവറിൽ ദൈവം ഒരാളെ അവിടെ കമ്പനിയിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവൻ റെക്കമെൻഡ് ചെയ്യും, പക്ഷേ നാം ചെയ്യാനുള്ളത് നാം ചെയ്യണം. ശ്രദ്ധിക്കണം ഇനി പറയാൻ പോകുന്ന കാര്യം. എസ്തർ received the favor of God in the palace. എസ്തർ ദൈവത്തിന്റെ ഫേവർ കൊട്ടാരത്തിൽ കണ്ടു. The head eunuch loved her. ആ ഷണ്ഡന്മാരുടെ തലവൻ അവളെ കണ്ടു. He gave her special attention, special care and a special place. പ്രത്യേകമായ ഒരു പദവിയും പ്രത്യേക സ്ഥാനവും എസ്തറിന് ആ കൊട്ടാരത്തിൽ ഷണ്ഡൻ ഒരുക്കി കൊടുത്തു. Because of the favor of Jehovah God. അത് യഹോവയുടെ പ്രത്യേകമായ ഫേവർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. But she did something that nobody did. മറ്റാരും ചെയ്യാത്തത് എസ്തർ അവിടെ ചെയ്തു. All the other virgins, മറ്റെല്ലാ കന്യകമാരും, see, they received care too. അവർക്കും ഒരുപോലെയാണ് പരിഗണനകൾ കിട്ടിയത്. They did not receive the same care that Esther got. എസ്തറിനും അതുപോലെ എസ്തറിന് കിട്ടിയതുപോലുള്ള അതേ പരിഗണനയാണ് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയത്. അല്ല കിട്ടിയത്. Esther received special care, special attention, special place. എസ്തറിന് പ്രത്യേകമായ ഫേവറും പ്രത്യേക അറ്റൻഷനും പ്രത്യേക ശ്രദ്ധയും ഈ ഷണ്ഡനിൽ നിന്ന് ലഭിച്ചു. But few things are very common. പക്ഷേ ചില കാര്യങ്ങൾ സർവ്വസാധാരണമാണ്. They had to go through the process together. അവരെല്ലാവരും ഒരുമിച്ച് ഒരേ പ്രോസസ്സിലൂടെ പോകണം. They had to wait till the king called them. ആ രാജാവ് വിളിക്കുന്നത് വരെ അവർ കാത്തിരിക്കണം. പിന്നെ കേൾക്കണം, ഈ രാജാവിന്റെ ട്രഷറിയിൽ നിന്ന് so many ornaments, they could pick and choose what they wanted to wear. അവരെ സംബന്ധിച്ച് രാജാവ് ഒരുക്കിയിരിക്കുന്ന ഈ അടയാഭരണങ്ങൾ ഈ കന്യകമാർക്ക് സെലക്ട് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അവർക്ക് ധരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഒരു ദിവസം വിളിക്കും രാജാവ്. വിളിക്കുമ്പോൾ അണിഞ്ഞ് ഒരുങ്ങി പ്രസന്റബിൾ ആയി പോയി നിൽക്കണം. ഇഷ്ടംപോലെ ആഭരണങ്ങൾ വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് ധരിച്ചോ. രാജാവിന്റെ മുമ്പിൽ നല്ല പ്രസന്റബിൾ ആയി പോകണം. എല്ലാവരുടെ മുമ്പിൽ ആഭരണം വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്തെന്നറിയാമോ? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ, അവർ തോന്നിയതുപോലെ. എന്ന് പറഞ്ഞാൽ രാജാവിന് ചിലപ്പോൾ ഇത് ഇഷ്ടമായിരിക്കും, ഇതിട്ടാൽ ചിലപ്പോൾ രാജാവിനിൽ പ്രസാദിക്കും. അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്തു. ബട്ട് എസ്തർ വാസ് ഡിഫറെന്റ്. പക്ഷേ എസ്തർ അതിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു. She discerned. അവൾ ആ സന്ദർഭത്തെ വിവേചിച്ചു. Even though she received favor, ദൈവത്തിൽ നിന്ന് അവൾ ദൈവത്തിന്റെ ഫേവർ സ്വീകരിച്ചവളാണെങ്കിൽ പോലും അവൾ വളരെ ബുദ്ധിമതിയായിരുന്നു. She did not know the heart of the king. അവൾക്ക് രാജാവിന്റെ ഹൃദയം അറിയത്തില്ല. But she knew the head eunuch. പക്ഷേ യൂനക്ക് അല്ലെങ്കിൽ ഈ ഷണ്ണനെ അവൾക്ക് അറിയാമായിരുന്നു. She knew that the head eunuch knew the taste of the king. അവക്കറിയാമായിരുന്നു രാജാവിൻ്റെ രുചി എന്താണെന്ന്, അല്ലെങ്കിൽ രാജാവിൻ്റെ ഈ പ്രത്യേകതരമായ ഇൻട്രസ്റ്റുകളെ നന്നായി ഷണ്ണൻ അറിയാമെന്ന് എസ്തർ തിരിച്ചറിഞ്ഞു. So what did she do? എന്താണ് എസ്തർ അതുകൊണ്ട് ചെയ്തത്? She went to the head eunuch. അവൾ ഷണ്ണന്മാരുടെ അധിപന്റെ അടുക്കലേക്ക് ചെന്നു. You know the heart of the king. ആ ഷണ്ണനോട് പറഞ്ഞു, നിനക്ക് രാജാവിന്റെ ഹൃദയം അറിയാം. Tell me what would
the king? എന്താണ് എന്നോട് പറ, രാജാവിന് ഇഷ്ടമുള്ള ആഭരണം ഏതാണെന്ന് എന്നോട് പറ. What should I wear? ഞാൻ എന്താണ് ധരിക്കേണ്ടതെന്ന് പറ. He would find favor in me. അവന് എന്നിൽ കരുണ തോന്നും, അല്ലെങ്കിൽ പ്രീതി തോന്നും. And on the day that she was called, ആ ദിവസം വിളിക്കുമ്പോൾ she wore whatever the head eunuch advised her. ആ ഷണ്ണൻ അവളോട് പറഞ്ഞതനുസരിച്ച്, രാജാവിന് ഇഷ്ടമുള്ളത് അവൾ തിരഞ്ഞെടുത്ത് ഷണ്ണൻ പറഞ്ഞതനുസരിച്ച് അവൾ അണിഞ്ഞ് അവൾ ആ ദിവസം And whatever the eunuch told her, എന്തൊക്കെയാണോ ഷണ്ണൻ പറഞ്ഞത്, dressed and wore accordingly. അങ്ങനെ അയാൾ പറഞ്ഞതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങി ചെന്നു. And when she presented herself before the king, രാജാവിന്റെ മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ the king had special favor for her. പ്രത്യേകമായ പ്രീതി ഈ എസ്തറിലേക്ക് രാജാവിന് Because whatever she wore was the taste of her king. ആ രാജാവിന് ഇഷ്ടമുള്ളതാണ് ഇപ്പോൾ എസ്തർ അണിഞ്ഞിരിക്കുന്നത്. Whatever season you are in, ഏത് തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ പോകുന്നത്, God in his favor has placed somebody to help you. ദൈവത്തിന്റെ പ്രത്യേകമായ പ്രീതി ചില വ്യക്തികളുടെ മേൽ ദൈവം പകർന്ന് നിന്നെ ആ സന്ദർഭങ്ങളിൽ My friend, സഹായിക്കും. you are not alone. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഹോദര സഹോദരി, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സീസണിൽ ദൈവം ആരെയോ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ആ സീസണിൽ ദൈവം ആരെയോ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ആരെയോ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. Go seek wisdom from that person. Amen. Go seek wisdom from that person. ദൈവം നിയോഗിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ ഫേവറുള്ള മനുഷ്യനെ നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിൽ കണ്ടെത്തുക. So many times we feel so alone. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയും, ഞാൻ ഒറ്റയ്ക്കാണ്. We feel God has forgotten us. ദൈവം എന്നെ ഉപേക്ഷിച്ചു. No, God has not forgotten us. ഒരിക്കലും ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. God has not forgotten us. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. God has placed somebody in that season to stand beside you. നിന്റെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികളെ ദൈവം നിനക്കായി അനുകൂലമാക്കാൻ ഒരുക്കിയിട്ടുണ്ട്. And the counsel of God will flow from that person's mouth. ആ ദൈവത്തിന്റെ ആലോചന ആ പ്രത്യേക വ്യക്തിയിലൂടെ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു It വരും. can be a prophet or a prophetess. ഒരു പക്ഷേ പ്രവാചകയായിരിക്കാം, It can be പ്രവാചകനായിരിക്കാം, a pastor of your church. പാസ്റ്റർ ആയിരിക്കാം, It can be സഭയായിരിക്കാം, a Sunday school teacher. സൺഡേ സ്കൂൾ It can അധ്യാപകയായിരിക്കാം, be a fellow believer in your church. നിങ്ങളുടെ കൂട്ട് It സഹവിശ്വാസിയായിരിക്കാം, can be a friend in your workplace. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട് It ആയിരിക്കാം, can be a spouse. നിങ്ങളുടെ It ഭാര്യയായിരിക്കാം, can be your parents. നിങ്ങളുടെ It മാതാപിതാക്കളായിരിക്കാം, can be your children or your grandchildren. നിങ്ങളുടെ കൊച്ചു മക്കളും It കുഞ്ഞുങ്ങളുമായിരിക്കാം, can be a stranger. ചിലപ്പോൾ അപരിചിതരായിരിക്കാം, It can be your neighbor. ഒരുപക്ഷെ നിങ്ങളുടെ അയൽവാസികളായിരിക്കാം. God has placed somebody in that season. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. And through that person's mouth the counsel of God will flow. ആ വ്യക്തിയിലൂടെ ദൈവത്തിന്റെ പ്രത്യേകമായ ആലോചന നിനക്ക് വേണ്ടി പ്രത്യേക സന്ദർഭങ്ങളിൽ വെളിപ്പെട്ടു വരും. So many times because of our ego, because of our pride, because of our self-centeredness, we don't see or we don't receive the counsel of God. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അഹങ്കാര നിമിത്തം, നമ്മുടെ സ്വയനീതി നിമിത്തം നമ്മൾ പലപ്പോഴും ആരെയും നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല, ആരോടും നമ്മൾ മിണ്ടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. God works through people. എപ്പോഴും ദൈവം വ്യക്തികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. So many times God works directly. ചില സന്ദർഭങ്ങളിൽ ദൈവം നേരിട്ട് പ്രവർത്തിക്കും. And he can also work through people. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ദൈവം വ്യക്തികളിലൂടെയാണ് Just പ്രവർത്തിക്കുന്നത്. keep your eyes and your ears open. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ചെവി തുറന്നിരിക്കട്ടെ. All the other virgins മറ്റെല്ലാ കന്യകമാരും were depending upon themselves. അവരിൽ തന്നെ അവർ ആശ്രയിച്ചപ്പോൾ But Esther went to the eunuch എസ്തർ ഷണ്ണന്റെ അടുക്കലേക്ക് ചെന്നു. and trusted his opinion. അവന്റെ വാക്കുകളിൽ അവൾ വിശ്വസിച്ചു. Because she knew അവക്കറിയാമായിരുന്നു that this man knew the heart of the king. അവന് രാജാവിന്റെ ഹൃദയം നന്നായിട്ട് അറിയാം. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. And the king showed favor to Esther. രാജാവ് എസ്തറിനോട് പ്രത്യേകമായ ഫേവർ തോന്നുവാനിടയായി. Whatever she wore that day ആ ദിവസം അവൾ ധരിച്ചിരുന്നത് touched his heart. ആ രാജാവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. Because it was his taste. അത് അവന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ളതായിരുന്നു. May you find favor among people. ദൈവം മറ്റുള്ളവരിൽ നിന്ന് ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് When ലഭ്യമാകട്ടെ. you seek counsel from God directly and through people, ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന വ്യക്തികളിലൂടെയും നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയും നിങ്ങൾക്ക് ലഭ്യമായി തീരട്ടെ. and respond to the counsel of God. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് പ്രതികരിക്കുക. And now she's made the queen. ഇവിടെ ഇപ്പോൾ ഇതാ അവൾ രാജ്ഞിയായി She മാറി. gets the
crown and the throne. അവക്കിപ്പോൾ കിരീടവും രാജ്ഞിയുടെ കിരീടവും സിംഹാസനവും And ലഭ്യമായിരിക്കുക. everything is going well for Esther. എല്ലാ കാര്യങ്ങളും അവക്ക് നന്നായി അവക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെട്ടു. But with a position comes fiery challenges. എന്നാൽ ഈ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് അവർക്ക് ലഭ്യമാകുന്നത്. Even though God gives you favor, ദൈവം നിങ്ങൾക്ക് ദൈവത്തിന്റെ ഫേവർ തരുമ്പോൾ, even though God positions you, ദൈവം നിങ്ങളെ പ്രത്യേക സ്ഥാനത്ത് ദൈവം നിങ്ങളെ ആക്കുമ്പോൾ, every God ordained position invites challenges. എല്ലാ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും വെല്ലുവിളികളും കാത്തിരിക്കുന്നുണ്ട്. But the good thing is God is there in those fiery പക്ഷേ challenges. ആ വെല്ലുവിളികളുടെ നടുവിൽ ദൈവത്തിന്റെ കരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. Everything was going smooth in young David's life. ദാവീദിന്റെ യൗവനകാലത്ത് എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് Once പോവുകയായിരുന്നു. the kingly oil came upon his head, പക്ഷേ ഒരു ദിവസം അവന്റെ മേൽ രാജകീയ അഭിഷേകം വന്നപ്പോൾ, once the promise of God were revealed to him, ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ മേൽ വെളിപ്പെട്ടു വന്നപ്പോൾ, the lion is out to destroy him. ആ ഗൊലിയാത്ത് അവനെ സിംഹം അവനെ തകർക്കാൻ The വരികയാണ്. bear is out to destroy him. കരടി അവനെ തകർക്കാൻ വരികയാണ്. Saul is out to Goliath is out to destroy him. ഗോലിയാത്ത് അവനെ തകർക്കാൻ വരികയാണ്. And Saul is out to destroy him. ശൗൽ അവനെ തകർക്കാൻ വരികയാണ്. Everything is coming to him എല്ലാം അവനെ തകർക്കാൻ അവനെ നേരെ because the വരികയാണ്. anointing is upon him, അഭിഷേകം അവന്റെ മേൽ because ഉണ്ടായിരുന്നതാണ്. the promises are upon him. ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ മേൽ ഉണ്ടായിരുന്നത് Now he is the target of the enemy. അത് പിശാചിന്റെ ടാർഗറ്റ് ആണ്. And wherever he goes, he is a target of the enemy. എവിടെയൊക്കെ പോകുമോ അത് പിശാചിന്റെ ഒരു ടാർഗറ്റ് ആണ്. Because of the promises and the oil upon his head, അവന്റെ തലമേൽ അഭിഷേകമുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുകയാണ്. all the challenges are coming his way. എല്ലാ വെല്ലുവിളികളും ദാവീദിന് നേരെ എതിരായി വരികയാണ്. You see what happened in Esther's life. എസ്തറിന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. Fiery challenges. വളരെ 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 തീസമാനമായ വെല്ലുവിളികളാണ് Your നമ്മുടെ position മുമ്പിലുള്ളത്. will invite challenges. നിങ്ങളുടെ സ്ഥാനങ്ങൾ വെല്ലുവിളികളെ നിങ്ങൾ വിളിച്ചു വരുത്തും. Once you're a man and woman of authority, നിങ്ങൾ അധികാരമുള്ള ഒരു സ്ത്രീയായി പുരുഷനായി if you മാറുമ്പോൾ, are a leader in position, നിങ്ങൾ ഒരു അധികാര സ്ഥാനമുള്ള ഒരു നേതാവായി മാറുമ്പോൾ, your leadership will invite challenges. എല്ലാ സ്ഥാനമാനങ്ങളും വെല്ലുവിളികളെ വിളിച്ചു As a വരുത്തുന്നതാണ്. husband, as a wife, as a parent, ഭർത്താവായാലും ഭാര്യയായാലും as a മാതാപിതാക്കളായാലും, as a teacher, as a pastor, പാസ്റ്റർ എന്ന നിലയിലും അധ്യാപകൻ എന്ന whatever നിലയിലും, position you hold, ഏതൊക്കെ തരത്തിലുള്ള സ്ഥാനമാണോ ദൈവം നിങ്ങൾക്ക് as തരുന്നത്, God leads you in a God ordained destiny, എവിടെ അതെല്ലാം നിങ്ങളെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സ്ഥാനങ്ങളിലേക്കാണ് നയിക്കുന്നത്. every season, every position will invite fiery challenges. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥാനമാനങ്ങളും വലിയ വെല്ലുവിളികളെയാണ് വിളിച്ചു വരുത്തുന്നത്. Don't be surprised. നിങ്ങൾ അതിൽ അത്ഭുതപ്പെട്ടു പോകരുത്. All mighty men of God had to go through this. എല്ലാ ശക്തന്മാരെയും അഭിഷക്തന്മാരും ഈ വെല്ലുവിളികളെ See, നേരിട്ടതാണ്. Haman is now out to kill Mordecai. ഇവിടെ നമുക്കറിയാം ഹാമാൻ എങ്ങനെയാണ് മോർദെഖായിയെ കൊല്ലുവാൻ നടക്കുന്നത്. Haman is now out to kill Esther. എങ്ങനെയാണ് ഹാമാൻ എസ്തറിനെ തകർക്കുവാൻ And നടക്കുന്നത്. Haman is out to destroy the Jews. എങ്ങനെയാണ് ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ നടക്കുന്നത് നമുക്കറിയാം. Not the Jews in Susa, not just the Jews in Susa, ശൂഷൻ രാജധാനിയിലുള്ള യഹൂദന്മാർ മാത്രമല്ല, but in all the 127 provinces. 120 സംസ്ഥാനങ്ങളിലുമുള്ള സകല യഹൂദന്മാരെയും നശിപ്പിക്കണം. Haman is out to destroy Mordecai, Esther, and all the Jews. ഹാമാൻ എന്ന് പറയുന്നത് എസ്തറിനെ നശിപ്പിക്കുക, മോർദെഖായിയെ നശിപ്പിക്കുക, Satan and all the Yehudanim. എല്ലാ യഹൂദന്മാരെ നശിപ്പിക്കുക. And so Satan was out to take out സാത്താൻ അറിയാം Esther and the people. എങ്ങനെ സാത്താൻ അറിയാം എങ്ങനെയാണ് ഇത് തകർക്കേണ്ടതെന്ന് സാത്താൻ നന്നായിട്ട് Now, this അറിയാം. is a big problem. ഇവിടെ വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുകയാണ്. And Esther knew that this is the place of warfare. എസ്തറിന് മനസ്സിലായി ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടത്തിന്റെ സ്ഥാനമാണ്. Mordecai understood that. മോർദെഖായിക്ക് അത് മനസ്സിലായി. Point number 6. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, Even though whatever challenge you have to go through, ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നിങ്ങൾ പോകേണ്ടതായാലും, God wants you to totally depend on him. ദൈവത്തിന് നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം So ആഗ്രഹിക്കുന്നു. Mordecai comes to Esther മോർദെഖായി ഇതാ എസ്തറിന്റെ അടുക്കലേക്ക് വരുന്നു. and tells in chapter 4 verse 14, 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ don't വായിക്കുന്നു. be silent at this time. അവിടെ പറയുകയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ Relief and deliverance will rise up for the Jews from another place.
യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. God has placed you in authority ദൈവം നിന്നെ ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുക. to rescue the Jewish people. യഹൂദന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. But if you don't use your influence, പക്ഷെ നിന്റെ ആ സ്ഥാനം അതിനുവേണ്ടി നീ ഉപയോഗിച്ചില്ല if you എങ്കിൽ, don't use the intelligence God has given you, ദൈവം നിനക്ക് ഇപ്പോൾ തന്ന ബുദ്ധി അതിനുവേണ്ടി നീ ഉപയോഗിച്ചില്ല എങ്കിൽ, if you don't discern the time, ഈ സമയത്തെ നീ വിവേചിക്കാതിരുന്നാൽ, if you don't act now, ഇപ്പോൾ നീ പ്രവർത്തിക്കാതിരുന്നാൽ, relief will surely come for God's covenant people. നിശ്ചയമായും ജനത്തിന് വേണ്ടിയുള്ള ഉദ്ധാരണവും വിടുതലും നിശ്ചയമായും ദൈവം നിശ്ചയിച്ചത് ചെയ്തിരിക്കും. You and your father's house will perish. പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. You and your father's house will perish. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. And you have come to this kingdom for such a time as this. ഈ സമയത്തിനായിട്ടല്ലോ ദൈവം നിന്നെ So രാജസ്ഥാനത്തേക്ക് what Mordecai is കൊണ്ടുവന്നിരിക്കുന്നത്. telling Esther is, what Mordecai is telling Esther, എന്താണ് മൊർദെഖായി എസ്തറിനോട് പറയുകയാണ്, that this is Kairos. ഇത് കൈറോസ് ആണ്. This is God's appointed time. ഇത് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട സമയമാണ്. സമയം For you to വന്നിരിക്കുക. cry out to God. ഈ സമയമാണ് ദൈവത്തോട് നീ നിലവിളിക്കേണ്ടത്. For you to fast and pray. ഈ സമയമാണ് നീ ഉപവസിക്കേണ്ട For you സമയം. to totally trust in God. ഈ സമയമാണ് ദൈവത്തിൽ നീ പൂർണ്ണമായി ആശ്രയിക്കേണ്ട സമയം. Mordecai did not tell her directly to fast and pray. അവളോട് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നീ ഉപവസിക്കണമെന്ന് മൊർദെഖായി ഇവിടെ പറയുന്നില്ല. Mordecai said, don't be silent. അവളോട് പറയുന്നത് ഇപ്പോൾ നീ മിണ്ടാതിരിക്കാനുള്ള Use your സമയമല്ല. influence. നിന്റെ സ്വാധീനം നീ ഉപയോഗിക്കുക. Now look at what Esther did. എന്താണ് എസ്തർ ഇവിടെ ചെയ്തത്? She went and proclaimed a fast. അവൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. Whatever problem you're going through, my friend, എന്റെ സഹോദരങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾ ഏത് തരം പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ don't trust in your own intelligence. നിങ്ങളുടെ ബുദ്ധിയിലേക്ക് നിങ്ങൾ ആശ്രയിക്കരുത്. Don't trust in your own logic. നിങ്ങളുടെ ലോജിക്കിലേക്ക് നിങ്ങൾ Don't ആശ്രയിക്കരുത്. trust in your own flesh. നിങ്ങളുടെ ജഡത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. Fall down before God. ദൈവത്തിന് മുമ്പിൽ വീണ് കിടക്കുക. Totally depend on God. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കപ്പെടുക. Fast and pray. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. Some of you are not even started to fast. എനിക്കറിയാം ചിലർ ഇതുവരെയും ഉപവസിച്ച് തുടങ്ങിയിട്ടില്ല. And I pray that God will use you to use this time wisely. ഈ സമയം നിങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ Handle your പ്രാർത്ഥിക്കുന്നു. life with care. Handle your life with care. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിങ്ങളുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുക. Discern the season you are in. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന കാലങ്ങളെ, സമയങ്ങളെ നിങ്ങൾ വിവേചിക്കുക. Understand the warfare that's happening in your life and in your family. നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തെ നിങ്ങൾ വിവേചിച്ചറിയുക. Understand the warfare in your church. നിങ്ങളുടെ സഭയിൽ ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തെ നിങ്ങൾ തിരിച്ചറിയുക. Understand the battle against you. നിങ്ങൾക്ക് നേരെയുള്ള യുദ്ധത്തെ നിങ്ങൾ തിരിച്ചറിയുക. Not by might, not by power, നിങ്ങൾ ശക്തിയാലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, but by the help of the Holy Ghost. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ God is going to help you. ദൈവം നിങ്ങളെ സഹായിക്കും. He will give you wisdom, He will give you discernment, He will give you power, He will give you authority. ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തരും, നിങ്ങൾക്ക് അധികാരം തരും, ദൈവം നിങ്ങൾക്ക് ശക്തി തരും, ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. When you fall down before Him, He will rise up for you. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ വീണ് കിടക്കാൻ തയ്യാറായ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. When you cry out to Him, He will speak on your behalf. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിപ്പാൻ എഴുന്നേൽക്കും. When you fast and when you lift up your hands towards Him, He will move His mighty outstretched arm for you. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി ഉപവാസത്തോടെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. Even though she had the crown, അവളുടെ തലയിൽ കിരീടമുണ്ട്, even though she had the throne, അവൾക്ക് സിംഹാസനമുണ്ട്, even though she had authority, അവൾക്ക് അധികാരമുണ്ട്, even though she had the position, അവൾക്ക് സ്ഥാനമുണ്ട്, even though she had the royal influence, അവൾക്ക് രാജകീയമായ എല്ലാ സ്വാധീനമുണ്ട്. she left all that for 3 days. അവൾ 3 ദിവസത്തേക്ക് എല്ലാം മാറ്റിവെച്ചിട്ട് She moved the crown, അവളുടെ കിരീടം താഴെ ഇറക്കി she moved the വെച്ചിട്ട് throne, അവളുടെ സിംഹാസനം and she മാറ്റിവെച്ചിട്ട് fell down before her God. ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാടെ വീഴാൻ അവൾ തയ്യാറായി. She fell down before the one true God, അവൾ ഏക സത്യ ദൈവമായ ദൈവത്തിന് മുമ്പ് വീഴാൻ അവൾ to തയ്യാറായി. the God who changed the destiny, അവൾ ദൈവമാണ് നമ്മുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് to the God who ചെയ്യുന്നത്. lifted her from her home and brought her to the palace and made her sit on the throne. ഈ സ്ഥലത്തേക്ക് എന്നെ ദൈവം കൊണ്ടുവന്നത് ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിക്കാന്ന് അവൾ തിരിച്ചറിഞ്ഞു. She said, I played my life before you, God. കർത്താവേ, ഞാൻ എന്റെ ജീവിതത്തെ അങ്ങേയ്ക്കായി തരികയാണ്. I played on behalf of my Jewish people. കർത്താവേ, ഞാൻ എന്റെ യഹൂദന്മാർക്ക്, എന്റെ ജനത്തിന് സകലവർക്കും വേണ്ടി നിന്റെ മുമ്പിൽ ഞാൻ I give അപേക്ഷിക്കുകയാണ്. all my problems.
എല്ലാ പ്രശ്നങ്ങളും I give it into their hands. അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. And she told everybody, all the Jewish people. എല്ലാ യഹൂദന്മാരോടും പറഞ്ഞു. Through Mordecai she told them. അവൾ മൊർദെഖായിലൂടെ എല്ലാ യഹൂദന്മാരോടും അവൾ Let everybody fast with me. എല്ലാ യഹൂദന്മാരും ഈ ദിവസങ്ങളിൽ ഉപവസിക്കണം. In this crisis, ഈ ഒരു പ്രത്യേക തകർച്ചയുടെ we are സമയത്ത് going to seek God. ദൈവത്തിന്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. In this crisis, ഈ ഒരു പ്രത്യേക തകർച്ചയുടെ we are going to സമയത്ത് wait on God to നമുക്ക് move. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. In this crisis, ഈ ഒരു പ്രത്യേക തകർച്ചയുടെ we are നടുവിൽ going to totally depend on നമുക്ക് God. മുഴുവനുമായി ദൈവത്തിൽ ആശ്രയിക്കാം. To the God who makes everything possible. കർത്താവ് നമുക്ക് വേണ്ടി അനുകൂലമായി ദൈവത്തിന്റെ കരം ചലിക്കുക. Everything that is impossible for us നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ is made possible with God. അവന് സാധ്യമാണ്. So instead of running to people, ജനത്തിന്റെ അടുക്കലേക്ക് ഓടുന്നതിന് പകരം she ran towards അവർ God ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി. and she fasted and prayed. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ Whatever ദൈവസന്നിധിയിൽ crisis you go through, ഏത് തരം തകർച്ചയിലൂടെയാണോ നീ കടന്നു all പോകുന്നത്, the fiery challenges you go ഈ through, സമാനമായ വെല്ലുവിളികളിലൂടെയാണോ നീ കടന്നു പോകുന്നത്, totally depend on God through fasting പൂർണ്ണമായി and prayer. സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകൂ. She put her faith in God. അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. She was clinging on to God in fasting അവൾ and prayer. ദൈവത്തോട് പറ്റിയിരുന്ന ഉപവാസത്തോടും പ്രാർത്ഥനയോട്. Hallelujah. Hallelujah. The last point I want to say, അവസാനത്തെ പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, God will reward your faith. നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവം When പ്രതിഫലം you നൽകും. totally trust in God, നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായി when സമർപ്പിക്കുമ്പോൾ, you fast and pray seeking His will, നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തെ അന്വേഷിക്കുമ്പോൾ, when you fast and pray seeking His presence, ദൈവത്തിന്റെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിന്റെ ഹിതം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, God will move. കർത്താവ് നമുക്ക് He വേണ്ടി will ചലിക്കും. honor your faith. നിങ്ങളുടെ ഉപവാസത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം He will ആദരിക്കും. honor your true fast. നിങ്ങളുടെ ഉപവാസത്തെ, യഥാർത്ഥ ഉപവാസത്തെ ദൈവം He ആദരിക്കും. will honor your true prayer. നിങ്ങളുടെ സത്യസന്ധമായ പ്രാർത്ഥനയെ ദൈവം He ആദരിക്കും. will honor your humility. നിങ്ങളുടെ താഴ്മയെ ദൈവം ആദരിക്കും. As you return to God's word, ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, as you return to God's word in repentance, ദൈവത്തിന്റെ വചനത്തിലേക്ക് മാനസാന്തരത്തോടെ അടുത്ത് വരുമ്പോൾ, He will honor your repentance. നിങ്ങളുടെ മാനസാന്തരത്തെ ദൈവം He ആദരിക്കും. will honor your tears. നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മാനിക്കും. He will move on your behalf. ദൈവം നിങ്ങൾക്ക് പകരമായി നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. And Haman had devised a plan. ഹേമാന് പദ്ധതികൾ ഉണ്ടായിരുന്നു. He had built a gallows അവൻ ഒരു കഴുകുമരം ഉണ്ടാക്കി to hang Mordecai. മോർദെഖായിയെ തൂക്കിക്കൊല്ലാൻ. But on that same gallows, ആ കഴുകുമരത്തിൽ തന്നെ Haman was hung. അവൻ ഹാമാൻ തൂക്കപ്പെടാനിടയായി. Haman wanted to walk on, with pride through the streets of Susa. സൂസൻ രാജധാനിയിൽ വളരെ അഹങ്കാരത്തോടെ അവൻ സഞ്ചരിക്കാൻ ഹേമാൻ ആഗ്രഹിച്ചു. But Mordecai was honored in his അതിന് place. പകരം ആ സൂസൻ രാജധാനിയിൽ ആദരിക്കപ്പെട്ടത് മോർദെഖായിയാണ്. The shift is coming. ഒരു മാറ്റം നിശ്ചയമായി A shift വരുന്നുണ്ട്. is coming. ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. Oh, I say prophetically, I say a shift is coming. പ്രാവചനികമായി ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, ഒരു വലിയ ചലനം, ഒരു വലിയ മാറ്റം God സംഭവിക്കുകയാണ്. will use your enemies to honor you. ദൈവം നിന്റെ ശത്രുവിനെ നിന്നെ ആദരിക്കുവാൻ ദൈവം ഉപയോഗിക്കും. Plans of the enemy will be cancelled. ശത്രുവിന്റെ പദ്ധതികൾ മുഴുവനുമായി മാറ്റപ്പെടും. In the name of Jesus Christ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ Every plan of Satan will be cancelled, will be എല്ലാ nullified. എല്ലാ സാത്താന്റെ പദ്ധതികളെയും ഞാൻ ഇന്ന് പകലിൽ And God നിരാധീകരിക്കുകയാണ്. has established His plan towards your ദൈവത്തിന്റെ life. പദ്ധതി മാത്രം നിന്റെ ജീവിതത്തിൽ ദൈവം സ്ഥാപിക്കുകയാണ്. He will establish His will for you. കർത്താവിന്റെ ഹിതം മാത്രം നിനക്ക് വേണ്ടി ചലിക്കും. Where the enemy want to tear you and dishonor you, God will honor you. പിശാചിനെ, ശത്രുവിന് നിന്നെ അപമാനിക്കുവാനും തലകുനിക്കുവാനും ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ ആദരിക്കുവാൻ അവൻ Chapter ആഗ്രഹിക്കുക. 8 verse 7. 8-ാം അധ്യായത്തിന്റെ 7-ാം We വാക്യത്തിൽ read ഇങ്ങനെ about the victory. Though it's not time to read. വായിക്കാനുള്ള സമയമില്ല. Let's read about the victory that came to the Jews. യഹൂദന്മാർക്ക് വന്ന വിജയത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Verse 15 and 16 of chapter 8. 15-ഉം 16-ഉം 8-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നത് We see a great celebration ഒരു ഭയങ്കര ആഘോഷം അവിടെ നടക്കുകയാണ്. because of what God did for His people. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ ജനത്തിന് വേണ്ടി ചെയ്ത ദൈവ പ്രവൃത്തിയുടെ ആഘോഷമാണത്. What God did for Mordecai, what God did for Esther and for the Jewish people. എന്താണ് ദൈവം മോർദെഖായിക്കും എസ്തറിന് തന്റെ ജനത്തിനു വേണ്ടി ചെയ്തതിന്റെ ആഘോഷമാണ് നമ്മൾ അവിടെ കാണുന്നത്. What God did for the people who fasted in the presence of God. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച ജനത്തിന് വേണ്ടി ദൈവം ചെയ്തതിന്റെ പ്രവൃത്തിയാണ് അവിടെ കാണുന്നത്. So don't take your fasting lightly. അതുകൊണ്ട് നിങ്ങളുടെ ഉപവാസത്തെ നിങ്ങൾ നിസ്സാരമായി Do എടുക്കരുത്. it sincerely. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി Do it എടുക്കുക. willingly. വളരെ Do സമർപ്പണത്തോടെ, it obediently. നിങ്ങൾ അനുസരണത്തോടെ, Do it sacrificially. നിങ്ങൾ ത്യാഗപരമായിട്ട്
വരട്ടെ. Do it joyfully. വളരെ സന്തോഷത്തോടെ ഈ ഉപവാസത്തെ നിങ്ങൾ ഗൗരവമായി Do it എടുക്കൂ. with reverence. വളരെ ബഹുമാനത്തോടെ എടുക്കൂ. Do it in humility. താഴ്മയോടെ ഈ ഉപവാസത്തെ എടുക്കൂ. God will honor your faith. നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം God will honor ആദരിക്കും. your tears. ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ God will മാനിക്കും. accept your prayers. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയെ God will സ്വീകരിക്കും. answer your prayers. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. He will honor your fast. നിങ്ങളുടെ ഉപവാസത്തെ ദൈവം മാനിക്കും. And He will move on your behalf. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. Hallelujah. ഹല്ലേലൂയ. Not just victory. Rekeshato. Hallelujah. Not just victory. ഒരു ജയം മാത്രമല്ല, Not just celebration. ഹല്ലേലൂയ, ആഘോഷം മാത്രമല്ല. But chapter 8 says about salvation that came. അവിടെ നമ്മൾ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രക്ഷയാണ് അവിടെ വന്നത്. Verse 17 says about the salvation that came. അവിടെ വന്നത് യഥാർത്ഥമായ രക്ഷയാണ് അവിടെ വെളിപ്പെട്ടു വന്നത്. Many people became Jews. ഒത്തിരി പേര് യഹൂദന്മാരായി തീരുവാനിടയായി തീർന്നു. Many unbelievers became Jews. അവിശ്വാസികളായ അനേക ജാതികൾ യഹൂദ മതവിശ്വാസികളെ തീരുവാനിടയായി. Seeing the hand of God move. നോക്കൂ ദൈവത്തിന്റെ കരം എങ്ങനെയാണ് ഇവിടെ ചലിച്ചതെന്ന്. Seeing what happened to Haman. ഹാമാൻ എന്താ സംഭവിച്ചെന്ന് കാണൂ. And seeing how God delivered his people. എങ്ങനെയാണ് ദൈവം തന്നെ ജനത്തെ രക്ഷിച്ചതെന്ന് കാണൂ. So many people converted and became Jews. ഒത്തിരി പേര് യഹൂദന്മാരായി ഇവിടെ മാറ്റപ്പെട്ടു. Through your fasting and prayer. ഉപവാസത്തോടും പ്രാർത്ഥനയിലും, Through your individual fasting and prayer. നിങ്ങളുടെ വ്യക്തിപരമായ ഉപവാസത്തിലെ പ്രാർത്ഥനയിലും, Individual fasting and prayer. നിങ്ങളുടെ വ്യക്തിപരമായ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെയും, Through your family fasting and prayer. നിങ്ങൾ കുടുംബമായ ഉപവാസത്തോടും പ്രാർത്ഥനയോടും, Through your churches fasting and നിങ്ങൾ prayer. ചർച്ചായിട്ട് സഭയായിട്ട് നിങ്ങൾ Let ഉപവാസത്തോടും God പ്രാർത്ഥിക്കുക. shake Rockland County. ഓ ഇന്ന് പകലിൽ റോക്കലൻഡ് കൗണ്ടിയെ In the name of Jesus Christ. ദൈവം പിടിച്ച് കുലുക്കുകയാണ്. Let your neighbors become saved. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Let your neighbors become saved. ഓ ഈ അയൽവാസികൾ, നിങ്ങളുടെ അയൽവാസികൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് Let വരട്ടെ. your neighbors among the church area become saved. സഭ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ അയൽവാസി, സഭ സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടുള്ള വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വരട്ടെ. Let neighbors in your workplace become saved. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരട്ടെ. Unsaved people in your family, നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് unsaved വരട്ടെ. relatives, let them become saved. ഇതുവരെ രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരട്ടെ. Through your prayers and through your fasting. നിങ്ങളുടെ Through your prayers and നിങ്ങളുടെ fasting. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അത് സംഭവിക്കാൻ Let there be a പോകുകയാണ്. great salvation that is happening. ഈ സാൽവേഷൻ നിശ്ചയമായിട്ടും ഈ ഉപവാസത്തിന്റെ നടുവിൽ സംഭവിച്ചിരിക്കും. In the name of Jesus Christ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ Let that happen here in this church. ഈ സഭയിൽ അത് സംഭവിക്കട്ടെ. I want to close with this. Shall we all stand up in the presence? എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. ജീസസ് ഹല്ലേലൂയ. Shall we all stand up in the presence? ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Let's surrender before the word of God. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. Unexpected things can happen in your life. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. And things can happen suddenly. പെട്ടെന്നായിരിക്കും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. That's what happened in the life of Hadassah. അതാണ് എസ്തറിന്റെ ലൈഫിൽ നമ്മൾ കാണുന്നത്. She was separated from her house. അവളുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു. Separated from the presence of Mordecai. ആ മോർദെഖായിൽ നിന്ന് അവൾ ഒറ്റപ്പെട്ടു. A shift happened in her life. അവളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് തന്നെ It സംഭവിക്കുകയാണ്. was a sudden, unprepared shift. അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി സംഭവിച്ച മാറ്റമാണ്. Don't be doubtful, don't be confused. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകണ്ട, നിങ്ങൾ Don't സംശയിക്കേണ്ട, be fearful. നിങ്ങൾ ഭയപ്പെടേണ്ട, Trust God. ദൈവത്തിൽ ആശ്രയിക്കുക. Everything happens with the knowledge of God. എല്ലാം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. Nothing surprises God. ദൈവത്തിന് ഇതൊരു അത്ഭുതകാര്യമായ കാര്യമല്ല. Sudden things may surprise you. പക്ഷെ പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം. Understand that nothing surprises പക്ഷെ God. കാര്യം തിരിച്ചറിയുക, ദൈവത്തിന് ഇതൊന്നും അതിശയിപ്പിക്കുന്ന He is കാര്യമല്ല. leading you forward അവൻ നിങ്ങളെ മുന്നോട്ട് തന്നെ നയിക്കുന്നു. into your destiny. നിങ്ങളുടെ നിത്യതയിലേക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഡെസ്റ്റിനിയിലേക്കാണ് നിങ്ങൾ To what He has ordained for you. ദൈവം നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടതിലേക്കാണ് നിങ്ങൾ He is going to promote you. കർത്താവ് നിങ്ങളെ പ്രൊമോട്ട് He ചെയ്യുകയാണ്. is going to honor you. ദൈവം നിങ്ങളെ ആദരിക്കുകയാണ്. And wherever He places you, എവിടൊക്കെയാണോ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്, the favor of God will be released. ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ You just have to wait for God's time. നിങ്ങൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കൂ. You got to be intelligent. വളരെ ബുദ്ധിയോടെ കാത്തിരിക്കൂ. You got to act even in the favor. ദൈവത്തിന്റെ പ്രത്യേകമായ സമയം വെളിപ്പെടുമ്പോൾ നിങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കാൻ Wait for സന്നദ്ധരാകുക. God's time. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. And He will promote you. കർത്താവ്
നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. Promotion comes from God. ദൈവത്തിൽ നിന്നാണ് ഉയർച്ചകൾ വരുന്നത്. It doesn't come from man. മനുഷ്യരിൽ നിന്നല്ല ഉയർച്ചകൾ It വരുന്നത്. comes from God. ദൈവത്തിൽ നിന്നാണ് ഉയർച്ചകൾ വരുന്നത്. Wait for his time. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. And when he promotes you, ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ, remember, it will invite challenges in your life. ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, വെല്ലുവിളികളും നിങ്ങളെ കാത്തിരിക്കും. Whatever challenge comes your way, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതൊക്കെ വെല്ലുവിളികൾ കടന്നു വരുമോ, totally depend on God. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. Fast and pray. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. Seek the will of God. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക. Seek the hand of God. ദൈവത്തിന്റെ കരം Seek അന്വേഷിക്കുക. the face of God. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. Cast all your cares unto him. എല്ലാ ഭാരങ്ങളും അവന്റെ മേൽ എറിഞ്ഞുകൊള്ളുക. And tell him, Lord, I cannot do anything in my flesh. ദൈവത്തോട് പറയുക, കർത്താവേ, എന്റെ ജഡത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ I കഴിയില്ല. cannot do the impossible, only you can do the impossible. കർത്താവേ, ഈ അസാധ്യമായ കാര്യങ്ങൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ സകലം സാധ്യമാകുന്ന അങ്ങേക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ Respond വിശ്വസിക്കുന്നു. in faith to the challenges. വിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടുക, And fast and pray. ഉപവസിക്കുക. And when you do that, അങ്ങനെ ചെയ്യുമ്പോൾ God will reward your faith. കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ He will ആദരിക്കും. honor your tears. നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം He will മാനിക്കും. honor your fast and your prayers. നിങ്ങളുടെ ഉപവാസത്തെയും പ്രാർത്ഥനയെ അവൻ ആദരിക്കുകയും മാനിക്കുകയും He will ചെയ്യും. move on your behalf. അവൻ നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. And he will move on the behalf of the people you are crying for. നിങ്ങളെ തകർക്കാൻ നോക്കിയിരിക്കുന്ന, നിങ്ങളുടെ താഴ്ച കാണാൻ നോക്കിയിരിക്കുന്ന മധ്യത്തിൽ ദൈവം നിങ്ങളെ ആദരിക്കുകയും He will bring salvation for others. മറ്റുള്ളവരുടെ നിങ്ങൾ കാരണം മറ്റുള്ളവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ He will കാരണമാക്കി. give you victory. ദൈവം നിങ്ങൾ ജയം തരും. And he will give victory for others. മറ്റുള്ളവർക്കും ദൈവം ജയം നൽകും. He will bring you deliverance. ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. And through your fasting and prayer, നിങ്ങളുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലൂടെ he will deliver others too. മറ്റുള്ളവരും നിങ്ങളിലൂടെ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. Your fasting is going to be a blessing for others too. നിങ്ങളുടെ ഉപവാസം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ Your പോകുകയാണ്. tears are going to be a blessing for others too. നിങ്ങളുടെ കണ്ണുനീർ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ Your പോകുകയാണ്. prayers are going to be a blessing for others too. നിങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ For the പോകുകയാണ്. next few moments, അടുത്ത ചില നിമിഷങ്ങൾ I want everybody to close your eyes. എല്ലാ കണ്ണുകളും നിർബന്ധമായി അടച്ച് Respond to God. ദൈവത്തോട് പ്രതികരിക്കുക. And just respond to the word of God. ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കുക. If God is reminding you of a situation, നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ God ബോധ്യപ്പെടുത്തുകയാണ്. is reminding you of certain people, ചില വ്യക്തികളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ദൈവം. pray for those people. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Intercede for those അവർക്ക് people. വേണ്ടി മധ്യസ്ഥനയ്ക്കുക. If God is reminding you of certain situations, ചില സന്ദർഭങ്ങളെ ദൈവം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. bring that situation before God in prayer. ആ സാഹചര്യങ്ങളെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. And tell the Lord, Lord, I cannot handle this ഈ situation. ആ സാഹചര്യങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയാം, കർത്താവേ, എനിക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ But I know പറ്റില്ല. you can handle this പക്ഷെ നിനക്ക് situation. ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. Not by my might, എന്റെ ശക്തി കൊണ്ട് പറ്റില്ല. not by the help of people. കർത്താവ് മറ്റുള്ള വ്യക്തികളെ കൊണ്ട് അത് പറ്റില്ല. But I'm going to trust you, പക്ഷെ God. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. God of Esther, എസ്തറിന്റെ ദൈവം, won't you hear my prayer? എന്റെ പ്രാർത്ഥന കേൾക്ക്. Won't you honor my tears? എന്റെ കണ്ണുനീരിനെ ആദരിക്കും. Won't you honor my fasting? എന്റെ ഉപവാസത്തെ അവൻ ആദരിക്കും. I trust you, O God. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവേ, Move in my life. എന്റെ ജീവിതത്തിലൂടെ നീ ചലിക്കണമേ. Move in my life. എന്റെ ജീവിതത്തിലൂടെ ചലിക്കണമേ. Thank you, Jesus. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പ്രതികൂലമനവധി വന്നിടിലും പാട്ട് പാടുമ്പോൾ ഞാൻ വീഴുകയില്ല. കർത്താവിനോട് സംസാരിച്ചാട്ടെ. അനവധി വന്നിടിലും പ്രത്യാശ വർദ്ധിക്കട്ടെ. കാത്തിടും, വിശ്വാസം വർദ്ധിക്കട്ടെ. നടത്തിയിടും. Come on, വിശ്വാസത്തോടെ പാടിയാട്ടെ. കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. Yes. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. പലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും
അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരാ, പിൻപിൽ വൻ വൈരി പിൻഗമിച്ച. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരാ, പിൻപിൽ വൻ വൈരി പിൻഗമിച്ച. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാലയ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞ ശത്രുവിനെ പോൽ വീഴ്ത്തപ്പെട്ട, എരിയും തീച്ചുളയെതിരായെരിഞ്ഞ ശത്രുവിനെ പോൽ വീഴ്ത്തപ്പെട്ട. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവിക്കും. ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. ഓ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, ഓ വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഓ കാക്കയിൻ വരവ് നിന്നിടിലും, എരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. ഓ സാരാഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരാഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. ഓ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, ഓ അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, ഓ യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ഓ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഓ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ, ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം.
നീ വിശ്വസിച്ച ദൈവത്തിന്റെ ഉടവം തേരുകതേ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ. ഓ യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ. ഓ യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. ഓ യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. നീ വിശ്വസിച്ച ദൈവത്തിന്റെ ഉടവം നീ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ച ദൈവത്തിന്റെ ഉടവം നീ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഭവിച്ചു. ഓ ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. നീ വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി. വിശ്വസിച്ചാൽ നീ വിശ്വസിച്ച ദൈവത്തിന്റെ ഉടവം നീ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ച ദൈവത്തിന്റെ ഉടവം ഓ നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ച ഉടവം ഓ നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. നീ ആരാധിച്ച ദൈവത്തിന്റെ ഉടവം Glory to the name of Jesus. Jesus, hallelujah. പരിശുദ്ധാത്മാവേ മഹത്വം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വരുന്നു. വചനത്താൽ വെട്ടിമാറ്റേണ്ട ചിലതിനെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റി ഇന്ന് പകൽക്കാലം ചില വാതിലുകൾ തന്റെ ജനത്തിനായി ദൈവം തുറന്ന് ദൈവത്തിന്റെ വലിയ ഫേവറിന്റെ കരം ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വരികയാ. സമർപ്പിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ജനം കർത്താവിന്റെ വിടുതൽ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കൃപ അധികമായി ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ കൂടി വരുന്ന ജനത്തിന്റെ മധ്യത്തിലുണ്ട്. ഈ ദിവസങ്ങൾ ഒട്ടും പാഴാക്കാതെ പ്രാപിക്കുവാനുള്ള ദൈവകൃപ പ്രാപിക്കുവാൻ, ഏറ്റെടുക്കുവാനുള്ളത് ഏറ്റെടുക്കുവാൻ, സമർപ്പിക്കേണ്ടവർ സമർപ്പിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ജനമേ,
നിന്റെ പ്രാർത്ഥനയും നിന്റെ ഉപവാസവും വ്യർത്ഥമല്ല, നിന്റെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല. ദൈവം നിന്റെ സീസൺ മാറ്റുമ്പോ കർത്താവിന്റെ കൃപ അനുഭവിക്കാൻ നീ ഒരുങ്ങിയിരിക്കണം. നിന്റെ ജീവിതത്തിൽ സീസൺ ദൈവം മാറ്റുമ്പോ കർത്താവിന്റെ പ്രവൃത്തി പ്രാപിക്കുവാൻ നീ ഒരുങ്ങിയിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. നീ ആരായാലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നീ ചെറിയവനോ വലിയവനോ, നീ പ്രശസ്തിയുള്ളവനോ അല്ലയോ എന്നതല്ല. ദൈവത്തോട് സ്നേഹമുള്ള നിന്നോട് ദൈവത്തിന് കരുണ തോന്നുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന നിന്നോട് കർത്താവിന് കരുണ തോന്നുന്നു. ഇന്ന് പകൽക്കാലം നിന്നെ സഹായിപ്പാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിന്നെ അവരെ കരങ്ങളിൽ എടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടി വഴികൾ, വാതിലുകൾ തുറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ നിർത്തേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ നിർത്തേണ്ടതിന് നീ അവന്റെ കരങ്ങളിൽ ഒതുങ്ങുമോ? ദൈവഹിതത്തിനായി നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവ ഇഷ്ടം ചെയ്യാൻ നീ സമർപ്പിക്കുമോ? ഹല്ലേലൂയ. എൻ്റെ പ്ലാൻ അല്ല കർത്താവ്, എൻ്റെ പദ്ധതിയല്ല, നിന്റെ ഹിതത്തിനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് പകൽ? ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് പകൽ? ദൈവം നിങ്ങളെ അറിയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലം ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തിപരമായി നമ്മോട് ദൈവത്തിന്റെ ദൂതുണ്ടായിരുന്നു, സഭയോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, ദേശത്തോടുള്ള ദൈവത്തിന്റെ ആലോചനയുണ്ടായിരുന്നു. നമുക്കിന്ന് പകൽക്കാലം ഏറ്റെടുക്കാം, നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. സ്വന്തം ബുദ്ധിയിലാണോ നമ്മൾ ഊന്നിയത്? സ്വന്തം വിവേകത്തിലാണോ നമ്മൾ ഊന്നിയത്? തെറ്റിപ്പോയി. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിട്ടുകൊടുക്കാമോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനെ അല്പം കൂടെ അധികമായി സ്നേഹിപ്പാൻ കഴിയുമോ? കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൊത്തുക, അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെയും വർഗീസ് പാസ്റ്റർ ഈ സമയം പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 6-ാം ദിനം ഈ പകൽക്കാലത്ത് പരിശുദ്ധാത്മാവ് അതിന് ശക്തിയോടുകൂടി ഞങ്ങളുടെ മധ്യയെ പ്രവഹിക്കാൻ ഇടയായി തീർന്നതിനെ ഓർത്ത് ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആ അക്ഷരാർത്ഥം കണ്ടതിനാൽ നന്ദി കരറ്റുന്നു. കർത്താവേ, ഞങ്ങളെയും എസ്തേറിനെ പോലെ ഈ സീസണിന് വേണ്ടി ഞങ്ങളെ നിയോഗിച്ച് ആക്കി വച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട്, ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ ഇടയായി തീരുമാറാകേണ്ടതിനായി ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയ ആഹ്വാനത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവ്, ശൂസൻ പട്ടണം കലങ്ങിയെങ്കിൽ പിന്നത്തേതിൽ ശൂസൻ പട്ടണം അവയെ സന്തോഷിച്ച് ആർത്തു വിളിച്ചതുപോലെ ഞങ്ങൾ എവിടെ കലങ്ങിയിരിക്കുന്നോ അവിടെ തന്നെ ആർത്തു വിളിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി, വിടുതലായി ഞങ്ങൾ തിരുമേനിയായി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഏത് വിഷയത്തിൽ ഞങ്ങൾ ഭയപ്പെടുന്നു, ഭാരപ്പെടുന്നു, ആ വിഷയത്തിന്മേൽ ദൈവകരം തൊട്ടിരിക്കുക. സ്തോത്രം. ദൈവകരം സ്പർശിച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ക്ലേശങ്ങളുടെ അലട്ടൽമേലും ദൈവശക്തി വ്യാപരിച്ചനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ നിയോഗിച്ച് ആക്കി വെച്ച ഈ ഉപവാസ പ്രാർത്ഥന ഈ സീസണിന് വേണ്ടിയുള്ളതാണല്ലോ കർത്താവേ. ഈ സീസണിൽ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിയമങ്ങൾ മാറ്റി നീതി നിവർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നതിനാൽ സ്തോത്രം. നിന്റെ മുറിഞ്ഞ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമീ. രാജാവ് വിളിക്കാതെ കടന്നു വന്നാൽ അതേ പ്രതികൂലമുണ്ടെന്നാൽ ഉപവസിച്ച് വന്നപ്പോൾ കൃപയുടെ നീതി ഉയരുവാൻ കഴിഞ്ഞതുപോലെ ഞങ്ങളുടെ മേൽ പകരുന്ന എല്ലാ കൃപയുടെ നീതിക്കായി, വിടുതലിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി, സന്തോഷത്തിനായി, ആഘോഷിക്കപ്പെടുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിനായി സ്തുതിക്കുന്നു.
വൈകിട്ടത്തെ മീറ്റിങ്ങും തുടർന്നുള്ള ദിവസങ്ങളിലെ മീറ്റിംഗ് എല്ലാം അനുഗ്രഹപ്രദമായി അനേകർ കടന്നു വരുവാൻ ഇടയായിത്തീരണമേ കർത്താവേ. യഹൂദന്മാരെ പേടിച്ച് അനേകർ യഹൂദ മതത്തിലേക്ക് ചേരുവാൻ കഴിഞ്ഞതുപോലെ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് ഈ ദേശത്ത് അനേകർ ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായി തീരുമാറാകണമേ. അതിനായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ഭക്തനെ കർത്താവ് അധിക കരങ്ങളിൽ ഉപയോഗിച്ചതിന് സ്തോത്രം. ഇന്ന് വൈകിട്ടും പിന്നെയും ഉപയോഗിക്കുന്നതിന് സ്തോത്രം. അടികളെല്ലാവരെയും ഈ ബലത്തോട് പറഞ്ഞു വെച്ചാട്ട് പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ആത്മപകർച്ച നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ആലോചന പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. തുടർന്നും പ്രാർത്ഥനയിൽ തുടരുവാനും ആരാധിപ്പാനും ആഗ്രഹത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റേ ബാക്ക്. ഇതിനകത്തോ ഫെലോഷിപ്പ് ഹാളിനകത്തോ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സാവകാശമുണ്ട്. വൈകിട്ടത്തെ മെയിൻ സെഷൻ നമ്മൾ കൃത്യം 7 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കും. എല്ലാവരും കടന്നു വരുവാൻ ഓർപ്പിക്കുന്നു. നാളത്തെ സൺഡേ സർവീസും ഇവിടെ തന്നെ ആയിരിക്കും. 10:30 ഫെലോഷിപ്പ് ഹാളായിരിക്കും ആദ്യം ഓപ്പൺ ചെയ്യുക. രാവിലെ ഇവിടെ ഈ ചർച്ചിൻ്റെ സർവീസ് ഉള്ളത് കൊണ്ട് 10:30 സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഫെലോഷിപ്പ് ഹാളിലായിരിക്കും. യൂസ് ദി അതർ ഡോർ. ആൻഡ് 11:30 ആയിരിക്കും നമുക്ക് ഈ സാങ്ച്വറി ആക്സസ് ഉള്ളത്. സോ 11:30 നമ്മൾ സൺഡേ സർവീസ് ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരണം. ഇന്ന് വൈകിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യത്തിനായിട്ടൊരു വിശേഷാൽ ഓഫറിങ്ങും കളക്ട് ചെയ്യുന്നതായിരിക്കും. സോ കം പ്രിപ്പയർഡ് ഇൻ ദ ഈവനിങ്. ഇഫ് യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ദർ ഈസ് എ ബോക്സ് അറ്റ് ദ ബാക്ക്. യു ക്യാൻ ഡ്രോപ്പ് ദി ഓഫറിങ് എനി ടൈം. അല്ലെങ്കിൽ ഈ വൈകിട്ട് ഒരു സ്പെഷ്യൽ ഓഫറിങ് എടുക്കുന്നതുമായിരിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.